തൻ്റെ മൂന്നാമത് രാത്രികാലം ദൈവസഭയായ ദിവസത്തിനെ താണിരിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. കഴിഞ്ഞ 2 പകലും 2 രാത്രിയിലും സഭയായ കർത്താവ് നമ്മെ അനുഗ്രഹിച്ച, മാറ്റമില്ലാത്ത ദൈവശബ്ദം കേൾപ്പിച്ച എല്ലാ ദൈവത്തിൻ്റെ കൃപകളെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്ന വിശേഷാൽ കർത്തൃദാസൻ പാസ്റ്റർ ജിജി ഡാനിയലിനെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്ന കർത്തൃദാസനെ ഈ പകൽക്കാലം കർത്താവിനോട് മധ്യ അയച്ച ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ശക്തിയോടെ നമ്മുടെ മധ്യ ഉപയോഗിച്ച ദൈവസ്നേഹത്തെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് കേൾപ്പിച്ച എല്ലാ നല്ല വചനങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വളരെ ഈ രാത്രികാലവും പ്രാർത്ഥനയുടെ പ്രതീക്ഷയോടെ ആയിരിക്കാം. കർത്തൃത്വത്തിനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 13, 14, 15 വാക്യങ്ങൾ. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. കണ്ണുകൾ ഒരു നിമിഷം അടച്ച് എല്ലാ ഹൃദയവും ദൈവസന്നിധാനത്തിൽ ഏകാഗ്രമാക്കി. ഇന്ന് രാത്രിയിലും പരിശുദ്ധയാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് ആത്മനിറവുള്ള ദൈവമക്കൾ അധരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമ്പോൾ വ്യാപരിക്കപ്പെടുന്ന ദൈവശക്തി വളരെ വലുതാണ്. ഒരു വ്യക്തി മാത്രം സ്തോത്രം ചെയ്യുന്നതിനേക്കാൾ ഒരു കൂട്ടത്തിൻ്റെ സ്തോത്രത്തിന് ശക്തിയുണ്ടെങ്കിൽ ഇന്നു രാത്രിയിൽ ഇതിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ, ആത്മാവിൻ്റെ തീ ഏറ്റെടുത്തിട്ടുള്ള ദൈവമക്കൾ, അഭിഷേകത്തിൻ്റെ കനം പ്രാപിച്ചിട്ടുള്ള ദൈവമക്കൾ, ആത്മയുദ്ധം ചെയ്യാൻ ത്രാണിയുള്ള ദൈവമക്കൾ ഒരല്പസമയം സ്തുതി സ്തോത്രങ്ങൾ കൊണ്ട് ആമേൻ ഈ അന്തരീക്ഷത്തെ അർത്ഥാരകൽമനാദിയ വൈഡാരകൽമനാദിയ ഇന്ന് രാത്രിയിൽ ആമേൻ ഈ അന്തരീക്ഷത്തെ ശക്തിപ്പെടുത്തിയാട്ടെ. രാജാരകൽമന ശതുരമനാദിയ എല്ലാ തരങ്ങളും ആത്മാവിൽ ചലിക്കണം. ഉടമനാധുമന രകൽമന. ആരാധന ദൈവമക്കൾക്ക് അപമാനമല്ല, ആരാധന ദൈവമക്കൾക്ക് അഭിമാനമാകയാൽ. അർത്ഥാരകൽമന. ആരാധന ദൈവമക്കൾക്ക് അപമാനമല്ല, ആരാധന ദൈവമക്കൾക്ക് അഭിമാനമാകയാൽ ഈ രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ അതരങ്ങൾ തുറന്നൊരൽപ്പസമയം ആത്മാവിൽ പോരാടി തുടങ്ങിയാട്ടെ. അർത്ഥാരകന ശൈതാരകൽമന. ഒരു വടിയോങ്ങുവാൻ മോശ തയ്യാറായപ്പോൾ ചെങ്കടലിനെ വിഭാഗിച്ച ദൈവം ഒന്ന് കൽപ്പിപ്പാൻ യോശുവ തയ്യാറായപ്പോൾ ആമേൻ ആമേൻ സൂര്യചന്ദ്രാദികളെ നിലയ്ക്ക് നിർത്തിയ ദൈവം ഒന്ന് ആരാധിക്കാൻ പൗലോസും ശീലാസും തയ്യാറായപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ ഇളക്കി കളഞ്ഞ ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ അത്ഭുതങ്ങളെ ചെയ്യട്ടെ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ഥനാഥ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ഥനാഥ, എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല, എൻ്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരും നീത. കരങ്ങളെ ഉയർത്തി. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, കവരുകില്ല. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. അല്പം കൊണ്ടും അധികം കൊണ്ടും അത്ഭുതം ചെയ്യുന്നവനെ അങ്ങ് ഞങ്ങളുടെ നടുവിലുള്ളതിനായിട്ട് സ്തോത്രം. താഴ്ചയിലിരിക്കുന്നവർക്ക് ഉയർച്ച നൽകുവാൻ, ഇടുക്കത്തിലിരിക്കുന്നവർക്ക് വിശാലത നൽകുവാൻ, തകർന്നിരിക്കുന്നവരെ പണിതെടുക്കുവാൻ, അപമാനത്തിലിരിക്കുന്നവർക്ക് മാന്യത നൽകുവാൻ,
രോഗത്തിലിരിക്കുന്നവരെ സൗഖ്യമാക്കുവാൻ, ബന്ധനത്തിലിരിക്കുന്നവരെ വിടുവിച്ചെടുക്കുവാൻ അങ്ങ് ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ ഞങ്ങൾ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ക്രമീകരിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ ഈ മൂന്നാമത്തെ സന്ധ്യയ്ക്കായി അങ്ങയ്ക്ക് നന്ദി പറയുമ്പോൾ, ഈ രാത്രിയിൽ വെളിപ്പെട്ടു വരേണ്ടുന്ന എല്ലാ ദൈവപ്രവൃത്തികൾക്കായും എല്ലാ ദൈവിക ഇടപെടലുകൾക്കായും അങ്ങയ്ക്ക് നന്ദി പറയുന്ന കർത്താവേ, അതിനെതിരെ ചലിക്കുന്ന എല്ലാ ഇരുളിൻ്റെ ശക്തികളെയോ അധികാരം പ്രാപിച്ച യേശുവിൻ്റെ നാമത്തിൽ കർക്കശമായി ഞാൻ ശാസിക്കുകയാ. വചനത്തിന്റെ വാതിൽ അവിടുന്ന് തുറക്കും, ജനത്തോട് ഇടപെടും, പുത്രന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രിയ പിതാവേ, കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ബലത്തോടെ സന്നിഹിതരായിരിക്കുന്ന മാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷിയാൽ കർത്തൃദാസന്മാരായ പ്രിയ ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സന്ധ്യാവന്ദനങ്ങൾ അറിയിക്കുന്നു. ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ വചനവുമായി നിൽപ്പാൻ ആയുസ്സും ആരോഗ്യവും അനുവദിച്ച നല്ല കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഉപവാസത്തിൻ്റെ 2-ാം ദിനം ശുശ്രൂഷയെ അംഗീകരിച്ച് ഇങ്ങനൊരു വേദി ഒരുക്കി തന്ന ഈ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് കർത്താവിൻ്റെ നാമത്തിൽ വിശേഷാൽ നന്ദി പറയുന്നു. കഴിഞ്ഞ പകലിൽ പരിശുദ്ധയാത്മാവ് വളരെ സവിസ്തരമായി നമ്മുടെ അന്തരാത്മാവോട് ഇടപെട്ടു. ഇന്ന് രാത്രിയിലും അതേ പരിശുദ്ധയാത്മാവ് നമ്മുടെ നടുവിലുണ്ട്. ആള് കുറഞ്ഞെങ്കിലും ആത്മാവ് കുറഞ്ഞിട്ടില്ല. സ്തോത്രം. ഞാൻ ഒന്നുകൂടെ പറയാം, ആള് കുറഞ്ഞെങ്കിലും ആത്മാവ് കുറഞ്ഞിട്ടില്ല. ഒരുക്കപ്പെട്ടു വന്നവരോട് ഇടപെടുന്നൊരു ദൈവമുണ്ട്. 1-2 ചിന്തകൾ പറഞ്ഞ് ഞാൻ ദൂതിലോട്ട് കയറിക്കോളാം. പഴയ നിയമത്തിൽ ശുശ്രൂഷ ചെയ്യാൻ ദൈവം വേർതിരിച്ച ഗോത്രമാണ് ലേവി ഗോത്രമെങ്കിൽ, അതിനകത്തു നിന്ന് മഹാപൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ദൈവം വേർതിരിച്ചതാണ് അഹരോന്യ കുടുംബത്തെ. അഹരോൻ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ കയറിയത് ലഭിച്ച ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയാണ്. അഹരോൻ ആലയത്തിൽ ഡ്യൂട്ടി ചെയ്തു മടങ്ങിപ്പോയി. എലയാസർ ആലയത്തിൽ ഡ്യൂട്ടി ചെയ്തു മടങ്ങിപ്പോയി. ഫിനഹാസ് ആലയത്തിൽ ഡ്യൂട്ടി ചെയ്തു മടങ്ങിപ്പോയി. അങ്ങനെ പഴയ നിയമത്തിലെ പുരോഹിതന്മാരൊക്കെ ഡ്യൂട്ടി ചെയ്തു മടങ്ങിപ്പോയി. എന്നാൽ യോഹന്നാൻ സ്നാപകന്റെ അപ്പൻ ആലയത്തിൽ ഡ്യൂട്ടി ചെയ്യാനല്ല കയറിയത്, പ്രാർത്ഥനയോടെയാണ് കയറിയത്. മനസ്സിലാകുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്യണം. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാൻ പോകുകയാ. ഡ്യൂട്ടി ചെയ്യാൻ വന്നവർ ഡ്യൂട്ടി ചെയ്തിട്ട് മടങ്ങിപ്പോകുമ്പോൾ ആർത്തിയോടെ കയറി വന്നവൻ പ്രാർത്ഥനയുടെ മറുപടി പ്രാപിച്ച് പ്രാർത്ഥനയുടെ ദൈവശബ്ദം ഏറ്റെടുത്ത് അടുത്ത തലമുറയുടെ നിയോഗം പ്രാപിച്ച് മടങ്ങി പോകുമെന്നുള്ളതിന് സംശയമില്ല. ഇന്ന് രാത്രിയിൽ ഡ്യൂട്ടി ചെയ്യാനല്ല നാം വന്നത്, ആർത്തിയോടെ കയറി വന്നതിനെ നിറച്ചുവിടുന്ന ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നത് കൊണ്ട് ആ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. നാം ഇന്ന് രാത്രി വന്നത് ഒരു ഡ്യൂട്ടി ചെയ്തിട്ട് പോകാനല്ല. ഈ ഉപവാസത്തിൻ്റെ 2-ാം ദിനം, ഈ 3-ാം രാത്രിയിൽ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ 3-ാം രാത്രിയിൽ തമ്പുരാൻ എന്തു പറയുന്നു അത് സ്വീകരിക്കാൻ അല്ല, തമ്പുരാൻ എന്തു നിയോഗിക്കുന്നു അത് ചെയ്യാൻ അല്ല, തമ്പുരാൻ ഏത് ദർശനം നൽകുന്നോ അതിലേക്കൊന്ന് കയറി നിൽക്കാൻ മനസ്സോടെ കയറി വന്നവരെ ഇന്ന് രാത്രി തമ്പുരാൻ വെറുതെ വിടുകയില്ല. ഉറപ്പ് പ്രാപിച്ചവർ ആ 2 കരവും ഉയർത്തി സ്തോത്രം ചെയ്യണം. ഞാൻ ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ രംഗപ്രവേശനം എന്ന വിഷയം ഒരല്പം നിങ്ങളുമായി പങ്കിട്ട് രാത്രി യോഗം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ കർത്തൃകൃപയിൽ ശരണപ്പെടുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ശുശ്രൂഷയുടെ രംഗപ്രവേശനം എന്ന വിഷയം മത്തായി സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ഒക്കെ വളരെ സവിസ്തരമായി ആത്മാവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ പറയാം, ഇതിനകത്തിരിക്കുന്ന ആരും ശുശ്രൂഷയില്ലാത്തവരല്ല. പ്രാർത്ഥിക്കാൻ കൃപയുള്ളവരുണ്ട്, പാടാൻ കൃപയുള്ളവരുണ്ട്, ആത്മീക താലന്തുകളാൽ നിയോഗിക്കപ്പെട്ടവർ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഈ ദൂത് ചിലർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ശുശ്രൂഷയിൽ ഒരു പ്രകാശനം കൊതിച്ച് ഇതിനകത്ത് മുട്ടുമടക്കിയ ഓരോ പ്രിയപ്പെട്ടവരോടും ഇന്ന് രാത്രി തമ്പുരാൻ ഇടപെടുകയോ ശുശ്രൂഷയുടെ തടസ്സങ്ങളെ പൊട്ടിച്ചിട്ട്
സ്തോത്രം ചെയ്തോണം. ശുശ്രൂഷയുടെ തടസ്സങ്ങളെ പൊട്ടിച്ചിട്ട് ഉടാമന ഷൈദാരകൽമന അടുത്ത ലെവലിലേക്ക് നമ്മളെ പിടിച്ചു കയറ്റുവാൻ ഈ രാത്രിയിൽ ആത്മാവിതിനകത്ത് ചലിക്കും. ഉടയാരകൽമനാദിയ അർത്ഥാരകന ഷൈദാരകൽമന ധൂമാരകൽമന അർത്ഥാരകന ഷൈദാരകൽമന. പ്രാപിക്കാൻ നിയോഗമുള്ളവർ അതരങ്ങൾ ചലിപ്പിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ളവർ ഈ രാത്രി മൗനമാകരുത്. ഈ രാത്രിയിൽ ശുശ്രൂഷയുടെ അടുത്ത ലെവലിലേക്ക് ദൈവം നമ്മളെ കയറ്റി നിർത്തുന്ന രാത്രിയായിരിക്കും. തിരിച്ചറിയുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്യട്ടെ. സ്തോത്രം. ഏതു വ്യക്തിക്കും ഒരു കാലമുണ്ട്. ശമൂവേലിനൊരു കാലം, ഏലിയാവിൻ്റെ കാലത്ത്. എത്ര പേർ ആമേൻ പറയും? സ്തോത്രം. അങ്ങനെയെങ്കിൽ ചങ്കത്ത് കൈവച്ചോണ്ട് പറ, 2014 തീർന്നാലും എനിക്ക് ദൈവം നിശ്ചയിച്ചൊരു കാലമുണ്ട്. ആമ ചിലരുടെ വിശ്വാസം ആമൻ വരുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും ഈ രാത്രി ഞാൻ വിശ്വസിക്കും. ആമ എനിക്കും ദൈവം ഒരു കാലം നിശ്ചയിച്ചിട്ടുണ്ട്. സ്തോത്രം. ശമൂവേലിന്റെ കാലത്ത് രാമയിലും ബഥേലിലും ആമേൻ ചുറ്റി നടന്ന് ന്യായപാലനം ചെയ്യാൻ തമ്പുരാൻ അവനെയാണ് വേർതിരിച്ചതെങ്കിൽ, ഏലിയാവിന്റെ കാലത്ത് മഴ മാറ്റാൻ ദൈവം അവനെയാണ് ഉപയോഗിച്ചതെങ്കിൽ, നമ്മെ ദൈവം ആക്കി വെക്കുന്ന കാലത്ത് ആമേൻ നമ്മുടെ കരങ്ങളിലൂടെ ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത, ഓ മനസ്സിലായില്ല, ഇതുവരെ ശുശ്രൂഷിച്ചവരാരും ദർശിച്ചിട്ടില്ലാത്ത ആമേൻ ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു വരുമെന്ന് ഈ രാത്രി ആത്മാവിടപെട്ടാൽ ഉടമന രകൽമനാദിയ അർത്ഥാരകന ഷൈദാരകൽമന ആമേൻ അർത്ഥം വേദക ധൈര്യത്തോടെ ഈ രാത്രി സ്തോത്രം ചെയ്യാൻ ധൂമകരകൽമനാദിയ പ്രൗഢാരകൽമന. ഹല്ലേലൂയ. എൻ്റെ അന്തരംഗത്തിൽ ഈ ദൂത് വെളിപ്പെടുമ്പോൾ ഞാൻ ഒരു വാക്കൊന്ന് തൊടട്ടെ. നാം അറിയുന്ന കർത്താവിന്റെ ദാസൻ റൈനാഡ് ബോങ്കെ എന്നറിയപ്പെടുന്ന അനുഗ്രഹീതനായ ദൈവദാസൻ തൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ഒരിക്കൽ തൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയത് മനസ്സിലാക്കുവാനിടയായി. ഒരിക്കൽ താൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നവണ്ണം പോകുമ്പോൾ, ഒരു യാത്ര പോകുമ്പോൾ, കേട്ടുകൊള്ളുക, യാത്രയിൽ താൻ പോകുന്ന ഫ്ലൈറ്റ് കുറേ സമയത്തേക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് ലാൻഡ് ചെയ്ത് 8 മണിക്കൂർ മിച്ചം താൻ ആ രാജ്യത്ത് തങ്ങേണ്ടി വന്നു. സമയമുണ്ടല്ലോ എന്ന് കരുതി ആമേൻ ഫ്ലൈറ്റ് പോകാൻ ഇനിയും സമയമുണ്ടല്ലോ എന്ന് കരുതി താൻ ചെറിയ വിസിറ്റിങ്ങിനൊന്നിറങ്ങി. കണ്ട ഒരു ബസ്സിനകത്ത് കയറി ആ പട്ടണത്തിലെ ആ ബസ് നിർത്തുന്ന സ്ഥലം വരെ താൻ പോയി. ബസ് നിർത്തുന്നിടത്തെത്തി താൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചുമ്മാ ഒന്ന് പരതി നോക്കുമ്പോൾ ആ കാലഘട്ട ദൈവം ഉപയോഗിക്കുന്ന ഒരു ദൈവദാസന്റെ ബോർഡ് എഴുതിയ, അത് പേരെഴുതിയ ഒരു ബോർഡ് താൻ കണ്ടു. താൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ തനിക്ക് മനസ്സിലായി ഇത് ദൈവം ഉപയോഗിക്കുന്ന ആ ദൈവദാസന്റെ വീടാണ്. താൻ ആ വീട്ടിൽ കയറാൻ നിൽക്കുമ്പോൾ കേട്ടുകൊള്ളുക, ആ വീടിന്റെ വാതിക്കൽ നിൽക്കുന്ന സെക്യൂരിറ്റി പറഞ്ഞു, ഇവിടെ ആരെയും അനുവദിക്കില്ല. എന്നാൽ വളരെ ആ ദൈവദാസനെ ഒന്ന് കണ്ട് പ്രാർത്ഥിപ്പിക്കാൻ ആഗ്രഹിച്ച റൈനാഡ് ബോങ്കെ അവിടെ നിന്നൊന്ന് പരതി. പക്ഷേ പറയട്ടെ, സെക്യൂരിറ്റി അനുവദിക്കുന്നില്ല. പക്ഷേ അന്ന് മുകളിലത്തെ നിലയിൽ നിന്ന് ആ സമയം ഈ ദൈവദാസൻ താഴേക്ക് ഇറങ്ങി വരികയാ. സെക്യൂരിറ്റിയോട് പറഞ്ഞു, ആ ആളെ കയറ്റി വിടാൻ പറയുക. അദ്ദേഹം കയറി ചെല്ലുമ്പോൾ കേട്ടുകൊള്ളുക, റൈനാഡ് ബോങ്കെ എന്ന് പറയുന്ന ആ അനുഗ്രഹീതനായ ദൈവദാസൻ അവിടെ കയറി ചെല്ലുമ്പോൾ ആ ദൈവ മനുഷ്യൻ അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ചു. എന്നിട്ട് ഒരു പകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, മകനെ നീ പോയിക്കൊള്ളുക, ഫ്ലൈറ്റ് പോകാൻ സമയമായി. കേട്ടോണം, ആമേൻ, കേട്ടോ, ആമേൻ. ഈ റൈനാഡ് ബോങ്കെ തിരിച്ചു വന്നു, താൻ പോകേണ്ട രാജ്യത്തിലെത്തി. കേൾക്കുക, ആമേൻ. റൈനാഡ് ബോങ്കെ ശുശ്രൂഷയ്ക്ക് കയറി നിന്നു, ശുശ്രൂഷിക്കാൻ തുടങ്ങി. അടുത്ത നിമിഷങ്ങളിൽ, മണിക്കൂറുകളിൽ താൻ കേട്ട വാർത്ത ഇതാണ്, ആ ദൈവ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു. കേട്ടോ, ഇന്ന് രാത്രി കേൾക്കുക, അടുത്ത തലമുറയ്ക്ക് വേണ്ടി ചിലത് കൈമാറാൻ ഇന്ന് രാത്രി നിയോഗമുള്ളവരെ ഓർത്ത് ആമൻ മൗനമാകരുത്. ഈ രാത്രിയിൽ ഇതിനകത്ത് ചിലതിനെ പിടിച്ചിരുത്തിയത് വെറുതെയാകില്ല. ഈ രാത്രി ആത്മബലമുള്ളവർ ഇതിനകത്ത് ശബ്ദിച്ചാരാധിച്ചു കൊള്ളുക. അർത്ഥാരകന ശൈധാരകൽമന ധൂമകാരകൽമനാദിയ അർത്ഥാരകന ശൈധാരകൽമന വൈഡാരകൽമന. ആ കരവും ശബ്ദവും ഉയർത്തി കർത്താവിന് സ്തോത്രം.
ഹല്ലേലൂയ. കേട്ടുകൊള്ളുക. ആമേൻ. ഒരു പ്രത്യേക യാത്ര, ഒരു പ്രത്യേക സമയം ആ ദൈവദാസനിലേക്ക് ഒരു ഇമ്പാർട്ടേഷന്റെ സമയമായിരുന്നു. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രിയിൽ ഒരു ദൂത് പറയുന്നു. ചിലതിന് എൻഡിങ് വരുത്തിയിട്ട് വേറൊന്നിന് തുടക്കമിടുന്ന, ചിലതിന് പരിസമാപ്തി വരുത്തിയിട്ട് വേറൊന്നിന് തുടക്കമിടുന്ന ദൈവകരം ഈ പ്രാർത്ഥനയിൽ നാം കാണുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഉറപ്പോടെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ പറഞ്ഞതുപോലെ എൻ്റെ അന്തരാത്മാവ് വീണ്ടും നിയോഗിക്കപ്പെടുന്നത് കൊണ്ട് ഞാൻ പറയാ, ആമേ, ചിലതിന് പരിസമാപ്തി വരുത്തിയിട്ട് ആമേ വേറൊന്നിന് തുടക്കമിടുന്നത് പോലെ ദൈവം ഇതിനകത്ത് ചിലതിന്മേൽ ആ പകർച്ച അയക്കുമെന്ന് പറഞ്ഞാൽ ഈ രാത്രി ധൈര്യപ്പെട്ടൊരു സ്തോത്രം ചെയ്യോ. വൈഡാരകൽ മനാദിയ ധൈര്യപ്പെട്ടു പറഞ്ഞു. എൻ്റെ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്. യാമേ, ലാസറിനെ ഉയർപ്പിക്കുവാൻ യേശു കർത്താവ് പോകാൻ തുടങ്ങുമ്പോൾ ലാസറിന്റെ കല്ലറയ്ക്കൽ നിൽക്കുന്ന മാത്രയിൽ മറിയ പറഞ്ഞൊരു കാര്യം, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. യേശുവിൻ്റെ മറുപടി എന്നെ ചലിപ്പിച്ചു. മറിയേ, പകലിന് 12 നാഴിക നേരമുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം നീയാണ് പറഞ്ഞത് സമയം തീർന്നെന്ന്. എന്നാൽ ലാസറിന്റെ സമയം വരുന്നേ. സ്തോത്രം ചെയ്യണം. ഇന്ന് രാത്രി ഞാൻ ദൈവകൃപയിൽ ആരോടൊക്കെയോ പ്രവചിച്ചു പറയുന്നു. നീ തന്നെ പറയുന്നു സമയം തീർന്നെന്ന്. തമ്പുരാൻ പറഞ്ഞില്ല, സമയം തീർന്നിട്ടില്ല, നിന്റെ സമയം വരുന്നതേ ഉള്ളൂ. ഉടമന രകൽമന, നിന്റെ സമയം വരുന്നതേ ഉള്ളൂ. രാജാരക ജഗൽമന, ഇന്ന് രാത്രി ധൈര്യപ്പെട്ടാമേ പറഞ്ഞുകൊള്ളുക. ഉടയാരകന ശതുരമനാദിയോ, നിന്റെ സമയം വരുന്നതേ ഉള്ളൂ. അർത്ഥാരകന ശൈതാരകൽമന, വിശ്വസിക്കുന്നവർ ആമേൻ. സ്തോത്രം. ദൂതിലോട്ട് കയറുന്നു. ആമേൻ. സകല പരീക്ഷയും തികച്ച ശേഷം യേശുവിനെ വിട്ട് കുറക്കാലത്തേക്ക് മാറി. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. സകലരുടെയും കൺകൾ അവങ്കൽ പതിഞ്ഞു. അവൻ അവരുടെ പള്ളികളിൽ പ്രസംഗിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. കേട്ടുകൊള്ളുക. അവൻ വിട്ടുമാറിയപ്പോൾ പരക്കണ്ട ശ്രുതി പരക്കാൻ തുടങ്ങി. മനസ്സിലാകുന്നവർ കർത്താവിന് സ്തോത്രം ചെയ്യുക. നിന്റെ മേലൊരു നിയോഗമുണ്ടെങ്കിൽ തടയുന്നതിനെ മാറ്റിയിട്ട് നിയോഗത്തിനകത്തു നിന്നെ കയറ്റി നിർത്താൻ ശൈതാരകൽമന, നിയോഗത്തിനകത്തു നിന്നെ കയറ്റി നിർത്താൻ ഈ ദൈവം ശക്തനാണ്. ഈ രാത്രി ദൂത് തിരിച്ചറിയുന്നവർ ആ കരമുയർത്തി സ്തോത്രം ചെയ്തുകൊള്ളുക. ഞാൻ ഈ ദൂതൊന്ന് ചേർത്തു പറയാൻ പോകുകയാണ്. സാത്താൻ കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. അവന്റെ ശ്രുതി പരക്കാൻ തുടങ്ങി. കഴിഞ്ഞ 30 വർഷങ്ങളിൽ പരക്കാത്ത ഒരു ശ്രുതി. സ്തോത്രം ചെയ്തോണം. കഴിഞ്ഞ 30 വർഷങ്ങളിൽ നാടറിയാതെ കിടന്നവനെ, നാട്ടാരറിയാതെ കിടന്നവനെ മിനിറ്റുകൾ കൊണ്ട് സെക്കൻഡ് കൊണ്ട് നാടറിയത്തക്ക നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ദൈവപ്രവർത്തി ഈ രാത്രിയിൽ ഇതിനകത്ത് ചലിച്ചാൽ രാജാരകൽമനാദിയ അടങ്ങിയിരിക്കാതെ ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ. സ്തോത്രം. ഇന്ന് രാത്രി ധൈര്യത്തോടെ പറ, ശ്രുതി പരക്കും. മിണ്ടുന്നില്ല. ശ്രുതി പരക്കും. 60 വയസ്സുള്ളവർ പറ, 60 വയസ്സ് വരെ നടക്കാത്ത ശ്രുതി പരക്കാൻ പോകുകയാ. കഴിഞ്ഞ 30 വർഷമായിട്ട് നടക്കാത്ത ചിലത് എൻ്റെ ജീവിതത്തിൽ
സംഭവിക്കപ്പെട്ടിരിക്കും. ഈ രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ എൻ്റെ അകത്തൊരു നിയോഗമുണ്ട്. നിന്നെ അടച്ചു വെച്ച ഇടത്തുനിന്ന്, നിന്നെ ഒതുക്കി വെച്ച ഇടത്തുനിന്ന്, നിന്നെ തടഞ്ഞു വെച്ച ഇടത്തുനിന്ന് രാജാരകൽമന ആത്മാവിന്റെ ശക്തിയോടെ നിനക്കൊരു പുറപ്പെടൽ ദൈവാത്മാവ് കൽപ്പിക്കുകയാ. രാജാരകൽമന പ്രാപിക്കുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്തു കൊള്ളട്ടെ. ഹല്ലേലൂയ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജനിച്ചത് ഒരു രാജനക്ഷത്രത്തിലാണ്. ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ജനനം രാജനക്ഷത്രത്തിലാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നാണ് വിദ്വാൻമാരുടെ ചോദ്യം. യേശുക്രിസ്തുവിന്റെ ജനനം വിദ്വാൻമാരെ നക്ഷത്രം കാണിച്ച് ദൈവം പരിചയപ്പെടുത്തി. എന്നാൽ ഇടയന്മാരെ ദൂതനെ അയച്ച് ദൈവം പരിചയപ്പെടുത്തി. ആമേൻ. ഞാൻ എൻ്റെ ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു. ദൈവമേ, ഇടയന്മാർക്ക് നക്ഷത്രവും വിദ്വാൻമാർക്ക് ദൂതനയുമാണെങ്കിൽ കാര്യം എങ്ങനെ പോകും? ദൈവം എന്നോട് പറഞ്ഞ മറുപടി ഞാൻ പറയാം. ഇടയന്മാരെ നക്ഷത്രം കാണിച്ചാൽ അവർ നക്ഷത്രം എണ്ണും. മനസ്സിലായില്ല? ആമേൻ. ഇനിയും വിദ്വാൻമാരെ ദൂതനെ കാണിച്ചാലും വലിയ പ്രയോജനമില്ല. ആമേൻ. നിലവാരം അറിഞ്ഞ് ഇടപെടുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. മനസ്സിലായവർ കരമുയർത്തി പിടിച്ചൊരു ആമേൻ പറയണം. പഴയ നിയമത്തിലൊരു വാക്യമുണ്ട്, തീയിൽ കഴുകേണ്ടതിനെ തീയിൽ ഇടേണ്ടതിനെ തീയിൽ ശുദ്ധീകരിക്കും, വെള്ളത്തിൽ കഴുകേണ്ടതിനെ വെള്ളത്തിൽ കഴുകും. ഒരു ആമേൻ പറയുക. എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്, നിന്റെ കപ്പാസിറ്റി അറിഞ്ഞ് ഇടപെടുന്ന ഒരു ദൈവത്തെയാ നാം ആരാധിക്കുക. ആമേൻ. ഇന്ന് രാത്രി ഒരു ദൂത് പറയാൻ പോകുകയാ. നിനക്ക് നിന്നെ അറിയത്തില്ലെങ്കിലും നിനക്ക് നിന്നെ നിന്റെ ദൈവത്തിനറിയാം. സ്തോത്ര. പത്രോസിന്റെ അടുക്കലോട്ട് കർത്താവ് മാറി നിന്ന് പറഞ്ഞൊരു ദൂതുണ്ട്. പത്രോസേ, പിശാച് ഗോതമ്പ് പാറ്റുന്നത് പോലെ നിന്നെ പാറ്റാൻ പലവട്ടം എന്നോട് ചോദിച്ചു. പക്ഷെ എനിക്ക് നിന്റെ കപ്പാസിറ്റി അറിയാം. സ്തോത്രം. ഇതിനകത്ത് മിടുക്ക് കാണിച്ച് ആരാധിക്കുമ്പോൾ ഓർത്താ മതി, പലവട്ടം ചോദിച്ചിട്ടും നിന്റെ കപ്പാസിറ്റി അറിയാവുന്നവൻ നിന്നെ വിട്ടുകൊടുക്കാത്തത് കൊണ്ട് ഈ രാത്രിയിൽ ഇതിനകത്ത് സ്തോത്രം ചെയ്യാൻ പറ്റുന്നത്. ഈ രാത്രി ദൂതിനൊരാമേൻ പറയാൻ നിയോഗം ലഭിച്ചവർ അടങ്ങിയിരിക്കരുത്. രാജാരകൽമനാദിയ ശത്രുരാജകൽമന വൈഡാരകൽമന. സ്തോത്രം. ഒന്ന് പറഞ്ഞ എൻ്റെ കപ്പാസിറ്റി എൻ്റെ ദൈവത്തിന് അറിയാം. ആമേൻ. ഗിദയോന്റെ അപ്പന്റെ രണ്ടാമത്തെ കാളയുടെ പ്രായമറിയുന്നവനാ ദൈവമെങ്കിൽ, ആമേൻ, അത്തിയുടെ മുകളിലിരുന്ന സക്കായിയുടെ പേരും ഇരിപ്പും അറിയുന്നവനാ ദൈവമെങ്കിൽ, അത്തിയുടെ കീഴിലിരുന്ന നദനയേലിനെ കണ്ടവനാ ദൈവമെങ്കിൽ, ആമേൻ, സമുദ്രത്തിന്റെ ആഴത്തിൽ ഊളിയിട്ടു പോകുന്ന മത്സ്യത്തിന്റെ വയറ്റിൽ ചതുർദ്രഹ്മ പണത്തെ കണ്ടവനാ ദൈവമെങ്കിൽ, മനസ്സിലായില്ല, നിലത്തു വീഴുന്ന 2 കാശ് വിലയുള്ള കുരുകിലിനെ കണ്ടവനാ ദൈവമെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ വീടറിയുന്നവനാ ദൈവം, നിന്റെ പേഴ്സ് അറിയുന്നവനാ ദൈവം, നിന്റെ ഗ്രഹം അറിയുന്നവനാ ദൈവോ, നിന്റെ നിലവാരം അറിയുന്നവനാ ദൈവോ. ഈ രാത്രി ധൈര്യപ്പെട്ടിട്ട് പൊക്കോ. നിന്നെ അറിയുന്ന ഒരു ദൈവത്തെ ഉടമന ധുമന രകൽമന നീ ആരാധിക്കുന്നത്. ഈ സ്തോത്രം പോരാ. ഈ രാത്രിയിൽ അഭിഷേകം പ്രാപിച്ചവർ അടങ്ങിയിരിക്കരുത്. ആരും എന്നെ അറിയുന്നില്ലല്ലോ എന്നുള്ള ചിന്ത വിടുക. ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്ത വിടുക. നിന്നെ അടുത്തറിയുന്നവരെ കാര്യം ഈ രാത്രി ചലിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഗലാത്യ ലേഖനത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ള വാക്യ, ടേസ്റ്റുള്ള വാക്യ, കേൾക്കാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇഷ്ടമുള്ള വാക്യ. അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്,
നാം ദൈവത്തെ അറിയുന്നു. വിശേഷാൽ ദൈവം പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തെ അറിയുന്നു. വിശേഷാൽ ദൈവം നമ്മെ അറിയുന്നു. ഒരു നല്ല ഗ്ലോറി പറയാമോ? ഞാൻ ആ ദൂതൊന്ന് പറയാൻ നിയോഗിക്കപ്പെടുക. നാം ദൈവത്തെ അറിയുന്നു എന്നത് മാത്രമല്ല, നമ്മെ അറിയുന്നൊരു ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ, സ്തോത്ര, കണ്ണുണ്ടിട്ട് കാണാതിരിക്കുന്ന, കാതുണ്ടായിട്ട് കേൾക്കാതിരിക്കുന്ന, കാലുണ്ടായിട്ട് നടക്കാതിരിക്കുന്ന, കൈയുണ്ടായിട്ട് ചലിക്കാതിരിക്കുന്ന ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത്. തൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ട്, തൻ്റെ ജനത്തിൻ്റെ നിലവിളി കേട്ട് അവരുടെ വിടുതലിന് വേണ്ടി സ്വർഗം ചായിച്ചിറങ്ങി വരുന്നവനാ ദൈവം. ഈ രാത്രി ധൈര്യപ്പെട്ടുകൊള്ളുക. നിന്റെ വിഷയങ്ങളുടെ മേലും വിടുതൽ പകരാൻ ഈ ദൈവം ശക്തനാ. സ്തോത്രം. കർത്താവിൻ്റെ ആ വാക്കിനകത്തെ ഗൗരവപ്പെട്ട ദൂത്, പത്രോസേ, ഗോതമ്പ് പാറ്റുന്നത് പോലെ നിന്നെ പാറ്റാൻ ചോദിച്ചു, എങ്കിലും നിന്റെ വിശ്വാസം പോയിപ്പോകുമെന്നറിഞ്ഞ് ഞാൻ നിന്നെ വിട്ടുകൊടുത്തില്ല. കർത്താവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയ്ക്കകത്തെ ഒരു വാചകം കൂടെ ഞാൻ പറയും. പിതാവേ, നീ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചവരെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിന്നിലുള്ള മഹത്വം ഇവരിലും വെളിപ്പെടേണ്ടതിന് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന മാന്യ മിത്രമേ, ഒരു ദൂത് പറയാം. നാം ഇന്നാണ് ഇവിടെ മുട്ടുമടക്കിയതെങ്കിൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി കൂടെ എൻ്റെ കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്കലുള്ള മഹത്വത്തിലേക്ക് ഇവരും മഹത്വപ്പെടേണ്ടതിന് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ദൂത് പറയാ, യേശുവിൻ്റെ ആഗ്രഹമാണ് അവന്റെ മഹത്വത്തിൽ നീയും മഹത്വപ്പെടുക. വിശ്വസിക്കുന്നവരെ കരമൊന്നുയർത്തി ഈ രാത്രി സ്തോത്രം ചെയ്യട്ടെ. യേശു കർത്താവ് നിലവാരം അറിഞ്ഞിടപെടുന്നവനാ. ആട്ടിടയന്മാർക്ക് ദൂതനെ വിട്ടു, കാരണം അവർ ഇസ്രായേലിയ പശ്ചാത്തലത്തിൽ കിടക്കുന്നവരാ. എന്നാൽ കിഴക്ക് നിന്നുള്ള വിദ്വാൻമാർക്ക് അവൻ നക്ഷത്രം കാണിച്ചു. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾ കിടപ്പുണ്ട്. 7 സഭ. എഫെസോസ് മുതൽ ലവോദിക്യ വരെയുള്ള 7 സഭകൾ. ഈ 7 സഭകളുടെ ദൂതെടുത്തു പഠിച്ചാൽ എല്ലാ സഭയിലും യേശു വന്നിട്ടുണ്ട്. പക്ഷേ ഓരോ സഭയിലും കർത്താവ് വന്നതിന് ചില വ്യത്യാസങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ആമേൻ പറയണം. ചിലയിടത്ത് ദാവീദിന്റെ താക്കോലുമായിട്ടാണ് വന്നതെങ്കിൽ ചിലയിടത്ത് 7 നിലവിളക്കുകളുടെ നടുവിലാണ് അവൻ വന്നത്. വേറൊരിടത്ത് മൂർച്ചയുള്ള ഇരുവായ്ത്തലയുള്ള വാള് വഹിക്കുന്നവനായിട്ടാണ് അവൻ വന്നത്. ഒരാമേൻ പറയാമോ? വേറൊരിടത്ത് മരണത്തെ ജയിച്ച ജയവീരനായിട്ടാണ് അവൻ വെളിപ്പെട്ടത്. ഇന്ന് രാത്രി കരമുയർത്തി സ്തോത്രം ചെയ്യണം. ആമേൻ. ഈ ഓരോ സഭയുടെ നിലവാരം അറിഞ്ഞ് ഇടപെടുന്ന ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ശുശ്രൂഷയുടെ പരിചയത്തിൽ നിന്നൊരു വാക്ക് പറയാം. ചില സഭകളിൽ ചെന്നാൽ പ്രവചനം വെളിപ്പെടും, ചില സഭകളിൽ ചെന്നാൽ വചനം വെളിപ്പെടും, ചില സഭകളിൽ ചെന്നാൽ രോഗശാന്തി വെളിപ്പെടും, ചില സഭകളിൽ ചെന്നാൽ ഒന്നും വെളിപ്പെടുകയില്ല. ആമേൻ. കാരണം പ്രവചനത്തിന്റെ തലത്തിൽ ഇരിക്കുന്ന ജനമാണെങ്കിൽ അവിടെ ആത്മാവ് പ്രവചന ശബ്ദത്തോടെ ഇടപെടും. സ്തോത്രം. ഇനി രോഗശാന്തിയുടെ താല്പര്യത്തോടിരിക്കുന്ന ജനമാണെങ്കിൽ അവിടെ തമ്പുരാൻ രോഗശാന്തിയുടെ വരം വെളിപ്പെടുത്തും. ഒന്ന് സ്തോത്രം ചെയ്യാമോ? ആരാധന കൊതിയന്മാരായിട്ടിരിക്കുന്ന ജനമാണെങ്കിൽ അവിടെ തമ്പുരാൻ ആരാധനയുടെ കലവറ തുറക്കും. ഇനിയും അഭിഷേകത്തിന്റെ കൊതിയാണ് ജനത്തിനെങ്കിൽ അവൻ അഭിഷേകത്തെ അവരുടെ മേൽ പകരും. അവൻ നമ്മുടെ ആർത്തി അറിഞ്ഞ് നമ്മെ തൃപ്തിപ്പെടുത്തുന്നൊരു ദൈവത്തെയോ
ഇന്നു രാത്രി നാം ആരാധിക്കുന്നത് നമ്മുടെ ആർത്തി അറിഞ്ഞ് നമ്മെ തൃപ്തിപ്പെടുത്തുന്നു. ഒന്ന് പറഞ്ഞു, നമ്മുടെ ആർത്തി അറിഞ്ഞ് നമ്മെ അത് നിന്നിൽ വെളിപ്പെടുത്താൻ ഭൂതങ്ങളുടെ മേലുള്ള അധികാരം നീ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നിന്നിൽ വെളിപ്പെടുത്താൻ ഈ ദൈവം ശക്തനാ. അർത്ഥാരകന ശൈതാരകൽമന ധൂമാരകൽമന പ്രൗഢാരകൽമന അർത്ഥാരകന ശതുരാജകന ആർത്തി അറിഞ്ഞിടപെടുന്ന ആർത്തിയെ തീർത്ത് ആർത്തി ഘോഷിപ്പാൻ അവൻ ഇടയാക്കുന്ന ദൈവകൃപ ഇന്ന് രാത്രി ഇവിടെ ചലിക്കപ്പെടുകയാ. സ്തോത്രം. ആർത്തി അറിഞ്ഞ് അവനെ ആർത്തു ഘോഷിപ്പാൻ. ആമേൻ, ആമേൻ. പൗലോസിന്റെ വാക്കുകൂടെ ചേർത്ത് പറയും, വിശേഷാൽ പ്രവചനവരം വാഞ്ചിപ്പീൻ. വാഞ്ചയുണ്ടോ? നിറയ്ക്കാൻ അവനുണ്ട്. എനിക്കറിയാം, ഉപവാസം തീരുന്നത് സമയമല്ല, ഇത് ഉപവാസം തുടങ്ങിയ സമയമാണ്. ആമേൻ. ഉപവാസം തുടങ്ങിയ ദിവസങ്ങളിൽ ഞങ്ങൾക്കുള്ള നിയോഗം നിങ്ങളെ കുറെ ആർത്തിയുള്ളവരാക്കുക എന്നുള്ളതാണ്. ആമേൻ. തീരുന്ന സമയങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ വേറെ തലത്തിലൊക്കെ നിൽക്കാമായിരുന്നെന്ന് വെക്കാം. എന്നാൽ ഇന്ന് രാത്രി എന്നിലുള്ള നിയോഗം നിങ്ങളെ ചിലതിന് വേണ്ടി ആർത്തിയുള്ളവരാക്കി തീർക്കുക എന്നുള്ളതാ. ഇനിയും നിങ്ങളുടെ മുമ്പിൽ 19 ദിവസങ്ങളോളമുണ്ട്. ഇന്ന് രാത്രി ഞാൻ ധൈര്യത്തോടെ പറയാ, ആർത്തിയുണ്ടോ? ഈ പ്രാർത്ഥനയിൽ നിറയ്ക്കാൻ ദൈവമുണ്ട്. നീ ഒരു പ്രവചനം ആഗ്രഹിക്കുന്നു, നിന്റെ അധരങ്ങളിൽ അത് തരാൻ. നീ ഒരു രോഗശാന്തി ആഗ്രഹിക്കുന്നു, നിന്റെ മേലത് പകരാൻ. തമ്പുരാന്റെ ചലനം ഇതിനകത്തുണ്ട്. വിശ്വസിക്കുന്നവർ രാജാരകൽമന ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക. വൈഡാരകന ശൈതാരകൽമന അർത്ഥാരകന ശൈതാരകൽമന ധൂമാമാന സംഭവമനാദിയ വേദകരകൽമന. ഹല്ലേലൂയ. സ്തോത്രം. ഓരോ സഭയിലും ഓരോ അളവിലായി ഇറങ്ങിയ അതിനകത്ത് 3 സഭയെ ഞാനൊന്ന് പരിചയപ്പെടുത്തും. ആർക്കും വിഷമം ഉണ്ടാകരുത്. ഒന്ന് സർദീസിലെ സഭ. സർദീസിലെ സഭയിൽ കർത്താവ് ഇറങ്ങിയത് വളരെ രസകരമായ അളവിലാണ്. സർദീസിലെ സഭയ്ക്കൊരു പേരുണ്ട്, ലീവിങ് ചർച്ച് ഓഫ് ഗോഡ്. ഒരാമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. അവരുടെ ബോർഡ് എന്ന് പറയുന്നത് ജീവനുള്ള മിണ്ടുന്നില്ല ദൈവസഭ. സ്തോത്രം. പക്ഷേ തമ്പുരാൻ പറഞ്ഞു മോർച്ചറി സഭ. ഗ്ലോറി പറയണേ. ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ പറയാം. പലതിനും ബോർഡേ ഉള്ളൂ, അകത്ത് ജീവനില്ല. പക്ഷെ നമുക്ക് ബോർഡില്ലെങ്കിലും അകത്ത് ജീവനുണ്ടോ? മനസ്സിലാകുന്നില്ല. ഇന്ന് രാത്രി പരിശുദ്ധ ആത്മാവ് വിവേചിച്ച് വിളിച്ചു പറയുന്നു, നീ പേര് നോട്ടീസിൽ വരാൻ വേണ്ടി ഓടണ്ട. നിന്റെ പേര് പബ്ലിസിറ്റി ആകാനും നീ ഓടണ്ട. അകത്ത് ജീവനുണ്ടോ? നോട്ടീസ് നിന്റെ പുറകെ വരും. മനസ്സിലായില്ല? വേദികൾ നിന്റെ പുറകെ വരും. ഇന്ന് രാത്രി ആ ദൂതന് അഭിഷിക്തർ സ്തോത്രം ചെയ്തു കൊള്ളുക. ഈ രാത്രി ആത്മാവ് ആരോടൊക്കെ വിളിച്ചു പറയുന്നു, വേദികൾ നിന്റെ പുറകെ വരാൻ പോകുകയാ. അവസരങ്ങൾ നിന്നെ തേടി വരാൻ പോകുകയാ. അർത്ഥാരകൽമന. നിന്റെ ഒരു ദിവസത്തിനായി കാത്തു നിൽക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കാൻ പോകുകയാ. ഇന്ന് രാത്രി ഞാനൊരു പ്രവചനം നടത്താൻ പോകുകയാ. കപ്പാമ ഏറ്റെടുക്കാൻ കരുത്തുണ്ടെങ്കിൽ ഏറ്റെടുത്തോ. നിന്റെ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ എണ്ണം വർദ്ധിക്കുമെന്ന് ഈ രാത്രി ദൂത് പറഞ്ഞാൽ അത് ആമേൻ എന്ന് പറയാൻ. വൈഡ ധൂമ രാജാ ശൈദേ അർത്ഥേ പ്രൗഢ ധൂമ ഹീവ ശതുര ജഗൽമന അർത്ഥാരക. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആ ദൂത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടു.
എൻ്റെ അന്തരാത്മാവിൽ ആ ദൂത് ഇടപെടുന്നത് എനിക്കറിയാം. സ്തോത്ര ശുശ്രൂഷകരോടാണ് ഈ രാത്രിയിലെ പ്രവചനം. കേട്ടുകൊള്ളുക, അവസരങ്ങൾ നീ തേടി പോകരുത്. നിന്നെ തേടി അവസരങ്ങൾ വരും. നീ വിസിറ്റിംഗ് വിസയുടെ പുറകെ ഓടരുത്. സ്തോത്രം ചെയ്തില്ല, വിസ നിന്റെ പുറകെ വരും. ഒരു നല്ല ഗ്ലോറി പറയുന്നില്ല. നീ ചാൻസ് തിരക്കി ഓടരുത്, ചാൻസ് നിന്റെ പുറകെ വരും. ഓ ശൈതാരകൽമന, ഇന്ന് രാത്രി ആത്മാവ് ആരോടോ പറയാൻ എന്നെ നിയോഗിക്കുന്നു. ഞാനത് വിളിച്ചു പറയുന്നു. നിനക്ക് വേണ്ടി ചില ചാൻസുകളെ ദൈവം ഒരുക്കി കഴിഞ്ഞു. ഉടമന ധുമന രകൽമന അർത്ഥാരക ശതുരാജകന ധൂമാരകൽമന സംഭവമനാദിയ കൃപ പ്രാപിച്ചവർ അതരങ്ങളെ തുറന്ന് ഈ രാത്രി സ്തോത്രം ചെയ്യട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗാരോഹണം ചെയ്ത അനന്തരം മർക്കോസിന്റെ മാളിക മുറിയിൽ ഇരുന്ന് ആത്മശക്തി പ്രാപിച്ച ഒരു ഗ്രൂപ്പാണല്ലോ പത്രോസ് അടക്കമുള്ളവർ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസ് അടക്കമുള്ളവർ ആത്മാവിൽ നിറഞ്ഞു. അടുത്ത അധ്യായത്തിലോട്ട് കയറുമ്പോൾ 3-ാം അധ്യായത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ദൂത് അതിനകത്തുണ്ട്. പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളിയിലോട്ട് പോകുന്നു. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവൻ അവിടെ ഉണ്ട്. ഞാൻ എൻ്റെ ദൈവസ്നേഹത്തിൽ ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു. കർത്താവേ, നീ 38 വർഷമായി കുളക്കരയിൽ കിടന്നവനെ അങ്ങോട്ട് പോയി സൗഖ്യമാക്കി. സ്തോത്രം. യായിറോസിൻ്റെ വീട്ടിലേക്ക് പോയി സൗഖ്യമാക്കി. നയീനിലെ വിധവയുടെ വിഷയത്തിൽ അങ്ങോട്ട് പോയി ഇടപെട്ടു. നിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ തന്നെ ഈ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ നാം 40 വയസ്സ് ചില്ലുവാനമുള്ള ഈ മനുഷ്യൻ ഭിക്ഷയാചിച്ച് മുടന്തനായിട്ടിരിക്കുന്നു. എന്നിട്ടെന്തേ അവൻ്റെ വിഷയത്തിൽ നീ ഒന്ന് ഇടപെടാഞ്ഞത്? കർത്താവ് തന്ന മറുപടി ഞാൻ പറയാം. അത് ഞാൻ പത്രോസിന് ഇട്ടേച്ചു പോയതാ. ഒരു നല്ല മനസ്സിലായില്ല. ഇന്ന് രാത്രി ഞാൻ ദൂത് പറയാ, ആരൊക്കെ ഏതൊക്കെ വേദികളിൽ കയറി ഇറങ്ങിയാലും നിനക്കുള്ളതിനെ ഇട്ടേച്ചു പോകുന്ന ഓ ശൈതാരകൽമന, നിനക്കുള്ളതിനെ വലിച്ചിട്ടു തരുന്ന അർത്ഥാരകന ശൈതാരകൽമന, നിനക്കുള്ളതിനെ വലിച്ചിട്ടു തരുന്ന തമ്പുരാന്റെ കര ഈ രാത്രിയിൽ ചലിക്കുകയാ. ഉടമന ധുമൽമന, വിശ്വസിക്കുന്നവർ ആ കരമൊന്നുയർത്തി സ്തോത്രം സ്തോത്രം. രൂത്തിന് വേണ്ടി വലിച്ചിട്ടതുപോലെ, പത്രോസിനു വേണ്ടി വേർതിരിച്ചിട്ടതുപോലെ, ഏലീശയ്ക്കു വേണ്ടി യെരിഹോവുകാരെ തമ്പുരാൻ ക്രമീകരിച്ച് നിർത്തിയതുപോലെ ഒരു ആമേൻ പറഞ്ഞു. ഇന്ന് രാത്രി എന്നോട് നിയോഗത്തോടെ പറയാൻ പറയുന്നു. ഏലിയാവും ഏലീശയും യെരിഹോവിൽ കൂടെ പോയിട്ട് അധികം വൈകാതെ ഏലീശ മടങ്ങി വരുന്നു. ഏലിയാവും ഏലീശയും പോയപ്പോൾ പട്ടണക്കാർ അവരുടെ അരികിൽ വന്നില്ല. അന്നത്തെ സ്റ്റേറ്റും ഗ്രേറ്റും പ്രവാചകനായ ഏലിയാവിൻ്റെ അടുക്കല പട്ടണക്കാർ വന്നില്ല. എന്നാൽ ഇരട്ടി പ്രാപിച്ചു വന്ന ഏലീശയുടെ അടുക്കലേക്ക് യെരിഹോവുകാർ വന്നെങ്കിൽ ഇന്ന് രാത്രി കേട്ടോ, നിനക്കുള്ള വേദികളെ തമ്പുരാൻ സംരക്ഷിച്ചിട്ടുണ്ട്. അർത്ഥാരകൽമന, നിനക്കുള്ള വേദികളെ തമ്പുരാൻ സംരക്ഷിച്ചിട്ടുണ്ട്. ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ ഈ രാത്രി കരമുയർത്തി സ്തോത്രം. ഹല്ലേലൂയ. സാമേൻ, ഈ സർദീസിലെ സഭയ്ക്ക് ജീവനുണ്ടെന്ന് പേരുണ്ട്. പക്ഷേ അടുത്ത ദൂത ചാവാറായ എന്ന് പറഞ്ഞാൽ ഈ അവസാനത്തെ പൾസ് അടിക്കാറാകുമ്പോൾ കൊണ്ടിടുന്നൊരു ഇടമുണ്ട്. അതിന് പറയുന്ന പേര് ICU. സ്തോത്രം. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ കഴിവതും അതിനകത്ത് കിടക്കാതെ മരിക്കുന്നതാണ് നല്ലത്. ICUവിനകത്ത് കയറിയാൽ പിള്ളേരെ കാണാതെ ചാകേണ്ടി വരും. 2, ICUവിനകത്ത് കയറിയാൽ
മിണ്ടുന്നില്ലല്ലോ. ഒരു തുള്ളി വെള്ളം കിട്ടാതെ മരിക്കേണ്ടി വരും. അവസാനം എന്തെങ്കിലും പിള്ളേരോടൊന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അടുത്ത് നിൽക്കുന്ന നേഴ്സിനോടല്ലാതെ വേറെ ആരോടും പറയാനൊക്കത്തില്ല. ഒരു നല്ല ഗ്ലോറി പറയണം. ആമേൻ. അപ്പൊ ഈ ചാകാറാകുന്ന സമയത്ത് കൊണ്ടിടുന്ന സ്ഥലമാണ് ICU എന്ന് പറഞ്ഞാൽ അവസാനത്തെ പൾസേ ഉള്ളൂ. ഞാനൊരു ചോദ്യം, നേഴ്സ് ഇങ്ങ് പഠിച്ചവർ ഇതിനകത്ത് കാണാൻ സാധ്യതയുണ്ട്, MBBS കാണാൻ സാധ്യതയുണ്ട്. ഞാൻ അവരോടൊക്കെ ആയിട്ട് ചോദിക്കുക, ഈ പൾസ് കുറയുമ്പോൾ, ഇടിപ്പ് കുറയുമ്പോൾ, ആമേൻ, പൾസ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു പ്രാഥമിക ശുശ്രൂഷയുണ്ട്. മിണ്ടുന്നില്ല. സ്തോത്രം. ആ പ്രാഥമിക ശുശ്രൂഷ ആമേൻ എവിടെങ്കിലും തിരുമുകയല്ല, ചങ്കത്തിടിക്കുകയാ ചെയ്യണ്ടേ. മനസ്സിലാകുന്നെങ്കിൽ സ്തോത്രം. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാൻ പോകുകയാ. ഫിസിയോതെറാപ്പി മിനിസ്ട്രി അല്ല നമുക്ക് ആവശ്യം. ചിലതിൻ്റെ ജീവൻ പൊക്കോണ്ടിരിക്കുന്നതിൻ്റെ ഹൃദയത്തിൽ തൊടുന്ന 2 ദൂത് പറയാൻ നിയോഗമുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി ഞാൻ ദൈവദാസന്മാരോട് പറയാ, അവൻ ജീവൻ പൊക്കോണ്ടിരിക്കുന്നതിൻ്റെ കാല് തിരുമ്മിയിട്ട് കാര്യമില്ല. സ്തോത്രം. ആമേൻ. ജീവൻ പൊക്കോണ്ടിരിക്കുന്നതിന്റെ കാല് തിരുമ്മിയിട്ട് കാര്യമില്ല. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ആ വയറയിലോട്ട് കയറിയിരുന്നിട്ട് ആ ചങ്കത്ത് 2 ഇടിയിടിച്ചാൽ ചാകാറായവൻ തിരിച്ചു ജീവിക്കുവൻ. ആമേൻ പറഞ്ഞേര്. ഇന്ന് രാത്രി ദൂത് പറയാ. ആമേൻ. നിന്റെ ചങ്കത്ത് കൊള്ളുന്നൊരു ദൂത് വെളിപ്പെടുമ്പോൾ അത് കുത്തുപ്രസംഗമായി കാണാതെ അത് ജീവൻ പ്രാപിക്കാനുള്ള ദൂതായി കണ്ടാൽ അർത്ഥാരകൽമന ധൂമാരകൽമന, നീ മൃതിയടയുകയല്ല, നീ ജീവിച്ചു പുറത്തു വരികയാ. അർത്ഥാരകൽമന ധൂമാരകൽമന ശതുരമനാദിയ അർത്ഥാരകൽമന. കരമുയർത്തി സ്തോത്രം ചെയ്യണം ഈ രാത്രി. ഹല്ലേലൂയ. ഒരു നല്ല ആമേൻ പറയാമോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് 1-2 വാക്കുകൾ എനിക്ക് പറയേണ്ടതുണ്ട്. ഒരിക്കൽ ഒരു ദൈവദാസനെ കുറിച്ചുള്ള പരാതി വെളിപ്പെട്ടു. സഭക്കാരെല്ലാം കൂടെ പരാതി പറഞ്ഞു, പാസ്റ്റർ എവിടെ തൊട്ടാലും കുത്തും. അതുകൊണ്ട് ഒരു കാര്യം, ഇനി ഞങ്ങൾ പറയുന്നത് പാസ്റ്റർ എന്ത് ചെയ്താൽ മതി, പ്രസംഗിച്ചാൽ മതി. കാരണം അങ്ങനെ കമ്മിറ്റിക്കാരെല്ലാം കൂടെ പ്രസംഗം കണ്ടുപിടിച്ചിട്ട് പാസ്റ്ററിനോട് പറഞ്ഞു, ഈ ഞായറാഴ്ച ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം പ്രസംഗിച്ചോളാൻ. അതിനകത്ത് അവർ നോക്കിയപ്പം കുത്താനൊന്നുമില്ല. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു. അപ്പോൾ അവരെല്ലാം നോക്കിയപ്പോൾ ഇതിനകത്ത് തന്നെ കുത്താനാ. ആമേൻ. പാസ്റ്റർ അങ്ങോട്ട് കയറി നിന്നു. എന്നിട്ട് വായിച്ചു, കുറിവാക്യം വായിപ്പിച്ചു. ആദിയിൽ ദൈവം. പാസ്റ്റർ ദൂത് തുടങ്ങി. ഇവിടെ ചിലരുടെ ഇരിപ്പ് കണ്ടാൽ ഇവരാ ഇതെല്ലാം സൃഷ്ടിച്ചെന്ന് തോന്നും. സ്തോത്രം. മനസ്സിലായില്ല? ആമേ. എവിടെ തൊട്ടാലും കുത്താൻ കൃപ ലഭിച്ചവന് കുത്തുണ്ടാകും. ഒരു ആമേൻ. ആമേൻ. പക്ഷേ ജനത്തിനൊരു ദൂത് ഞാൻ പറയാ, ഹൃദയത്തിൽ തട്ടുന്നൊരു ദൂത് ആമേൻ വെളിപ്പെട്ടു വന്നാൽ മത്സരിക്കുകയല്ല ചെയ്യേണ്ടത്, മടങ്ങി വരികയാ ചെയ്യേണ്ടത്. ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയാ, ആമേ, ഹൃദയത്തിൽ തട്ടുന്നൊരു ദൂത് വെളിപ്പെട്ടാൽ മത്സരിക്കുകയല്ല ചെയ്യേണ്ടത്, മടങ്ങി വരികയാണ് ചെയ്യേണ്ടത്. കരങ്ങളെ ഉയർത്തി ഈ രാത്രി സ്തോത്രം. അടുത്തൊരു സഭയാണ് ലവോദിക്യ സഭ. ലവോദിക്യ സഭയ്ക്കൊരു ഗുണമുണ്ട്, സമ്പന്നർ, ഞങ്ങൾക്കൊന്നിനും കുറവില്ല, ഞങ്ങൾക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സഭ. ആ സഭയിൽ കർത്താവ് വന്നത് കുറെ തുണിയുമായിട്ടാണ്. സ്തോത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ ദൂതെടുക്കാം. കുറെ തുണിയും കുറെ മരുന്നുമായിട്ടാ കർത്താവ് ആ സഭയിൽ വന്നത്. കണ്ണിലെഴുതാൻ ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങുക. ആമേൻ. ഉടുക്കാനുള്ള തുണി ആമേൻ. ഞാൻ ആഗമനം പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ആ സമ്പന്ന സഭയിൽ കർത്താവിന് ശുശ്രൂഷിക്കണമെങ്കിൽ ആദ്യം അവരെ തുണി ഉടുപ്പിക്കണം. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്തോ. ഈ രാത്രി ഞാൻ ധൈര്യത്തോടെ പറയും, സമ്പന്നത കൂടിയപ്പോൾ തുണിയുടെ അളവ് പെന്തക്കോസ്റ്റിനകത്തും കുറയുന്നുണ്ട്. മനസ്സിലായില്ല? വിശുദ്ധന്മാർ ആ കരമൊക്കെ ഒന്ന് ഉയർത്തി സ്തോത്രം ചെയ്യണം ഈ രാത്രി.
ആമേൻ. സമ്പന്നത കൂടിയപ്പോൾ തുണിയുടെ അളവ് കുറയുന്ന പെന്തക്കോസ്തിസത്തിന്റെ അകത്തല്ല നാം നിൽക്കേണ്ടത്. നിത്യതയുടെ വെളിപ്പാട് പ്രാപിച്ച് പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിപ്പാൻ, അവനെ സേവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഈ രാത്രി സ്തോത്രം ചെയ്യാൻ ഒന്ന് കരമുയർത്തി ഒരു ആമേൻ പറയാമോ? ഞാൻ വളരെ പക്വതയോടെ ഈ ദൂത് പറയുന്നെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരനെ പോലെ ഞാൻ നിൽക്കുന്നെങ്കിലും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൾ എനിക്കുണ്ട്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൾ എനിക്കുണ്ട്, ഏകദേശം 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു പക്വത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരാമേൻ പറഞ്ഞേര്. സ്തോത്ര. എൻ്റെ കുഞ്ഞുങ്ങളുടെ പോക്കുവരവുകൾ ഞാൻ നിരീക്ഷിക്കും. എത്ര പേര് ആമേൻ പറയും? അരുതാത്തത് എന്തെങ്കിലും കണ്ടാൽ പറഞ്ഞു കൊടുക്കാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കും. ആമേൻ. ഒരു നല്ല ആമേൻ പറ. ചിലർ പറയുക, എൻ്റെ പൊന്നു പാസ്റ്ററെ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, അവൾ വീട് വിട്ടു പോകും. സ്തോത്രം ചെയ്യേ. ഗ്ലോറി. ഇന്ന് രാത്രി ദൂത് പറയാം, പറഞ്ഞു കൊടുത്തു നോക്ക്, വീട് വിട്ടു പോകുകയല്ല, വീടിനകത്തു നിൽക്കും. ഒരാമേൻ പറയണം. കരങ്ങളെ ഉയർത്തി പിടിച്ച് ശക്തിപ്പെട്ടു സ്തോത്രം. അമ്മേൻ. പിലാമൻ അടുത്തൊരു സഭയാണ് ഫിലദെൽഫിയ സഭ. അത് ഊതുകൂടെ പറയും. അവിടെ കർത്താവ് വന്നത് വളരെ ഇഷ്ടപ്പെട്ട എനിക്ക്. അവിടെ വന്നത് ദാവീദിന്റെ താക്കോൽ പ്രാപിച്ച 7 സഭകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സഭയാണ് ഫിലദെൽഫിയ സഭ. ആ സഭയ്ക്കൊരു ഗുണമുണ്ട്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ വരുന്നത് ഒരു താക്കോലുമായിട്ടാ. മിണ്ടുന്നില്ല കുഞ്ഞെ. ഇന്ന് രാത്രി നിന്റെ തലയിൽ കൈവച്ച് അടൂരുകാരൻ പ്രവചിച്ചില്ലെങ്കിലും ഈ രാത്രി ദൂത് പറയാം, വചനം പ്രമാണിക്കുന്ന നിന്റെ മുമ്പിൽ അവൻ വഴികളെ തുറന്നിരിക്കോ. ഷൈദാ. ഓ, മനസ്സിലായില്ല? വചനം പ്രമാണിക്കുന്ന നിന്റെ തലമുറയ്ക്ക് വേണ്ടി അവൻ വഴികളെ തുറന്നിരിക്കോ. അർത്ഥാരകൽമന. വചനം പ്രമാണിക്കുന്ന നിന്റെ കുടുംബത്തിന് വേണ്ടി വലുതും സഫലവുമായ വാതിൽ അവൻ തുറന്നിരിക്കോ. ദാവീദിന്റെ താക്കോൽ പ്രാപിച്ചവൻ അരുളി ചെയ്യുന്നത്, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയോ ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ ഈ രാത്രി നിന്റെ കുടുംബത്തിന് വേണ്ടി ചലിക്കുന്നെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചൊരു സ്തോത്രം പറയാൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ആവേശം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. മുമ്പേ പറഞ്ഞ ദൂതുകൾക്കില്ലാത്തൊരു സ്തോത്രം വഴികൾ തുറക്കും എന്ന് കേട്ടപ്പോൾ ഉണ്ടായതെനിക്കറിയാം. ശുശ്രൂഷകരായ ഞങ്ങൾക്ക് നല്ല ബോധ്യമാണ്, ഏത് അനങ്ങാതിരിക്കുന്നവരെ അനക്കാൻ പറ്റും. ആമേൻ, ആമേൻ. അനങ്ങാതിരിക്കുന്ന അച്ചായൻ്റെ അടുക്കൽ ചെന്ന് ഫ്ലൈറ്റ് കാണുന്നുണ്ട് എന്നൊന്ന് പറഞ്ഞാൽ മതി, അച്ചായൻ ഫ്ലൈറ്റ് പോലെ ആരാധിക്കും. പിന്നെ അച്ചായനെ താഴെ ഇറത്തണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ അങ്ങനെ ഫ്ലൈറ്റ് ആകണ്ട. കാര്യങ്ങൾ മനസ്സിലാക്കി ഉണർന്നാൽ അത് കുടുംബത്തിനകത്ത് ജയമാ. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് നീ സ്തോത്രം ചെയ്തതെങ്കിൽ ഇന്ന് രാത്രി കേട്ടോ, ആ പേയിൻ കോട്ടകളുടെ മേൽ നിന്റെ കുടുംബത്തിനൊരു ജയം വന്നിരിക്കോ. ഉടാരകൽമന. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്ന വചനം പോലെ നിനക്ക് വേണ്ടി ദൈവം ചില വാതിലുകളെ തുറന്നിടുക. വഴിമുട്ടി നിൽക്കുന്ന, അടയപ്പെട്ട് കിടക്കുന്ന, തടയപ്പെട്ട് കിടക്കുന്ന നിന്റെ കുടുംബത്തിന് വേണ്ടി അവൻ വാതിലുകളെ തുറക്കുകയാ, അവൻ വഴികളെ തുറക്കുകയാ. ഈ രാത്രി ദൂത മനസ്സിലാകുന്നവർ കരമുയർത്തി സ്തോത്രം. എനിക്ക് ഈ ദൂത് പറയാൻ വളരെ സന്തോഷം തോന്നുന്നു. കാരണം എന്തോ ഇന്ന് രാത്രിയിൽ പരിശുദ്ധയാത്മാവ് ചിലതിനോട് പറയുന്നു, വാതിലുകൾ നിനക്ക് അടയാതിരിക്കേണ്ടതിനും കതകുകൾ നിന്റെ മുമ്പിൽ തുറന്ന് കിടക്കേണ്ടതിനും
ആ വാക്കിനകത്തൊരർത്ഥമുണ്ട്. അത് പ്രസന്റ് കണ്ടിന്യൂസിൽ കിടക്കുക, ഒരിക്കൽ തുറന്നിട്ട് പിന്നെ അടയ്ക്കുമെന്നല്ല. സ്തോത്രം. തുറന്ന് കിടക്കേണ്ടതിനും. ഓ ഗ്ലോറി പറ. ചില ആളുകൾക്ക് പേടിയാ, ആ തുറന്ന വാതിൽ ഇനി ആരേലും അടയ്ക്കുമോ? ഇല്ല. ആമൻ. ദൈവം തുറന്നതാണോ? പ്രൈസ് ദി ലോർഡ്. ദൈവമാണോ നിനക്ക് ആ ജോലി തന്നത്? അതിനകത്ത് ഒരുത്തനും നിന്നെ വെട്ടാൻ കഴിയത്തില്ല. ദൈവമാണോ നിന്റെ തലമുറയെ ഉയർത്തിയത്? അതിനകത്ത് ഒരുത്തനും ഇളക്കി കളയാൻ സാധ്യമല്ല. രാജാരകന ജഗന ഈ രാത്രി ആ ദൂതന് സ്തോത്രം ചെയ്തു കൊള്ളുക. ദൂത് തിരിച്ചറിയുന്നവർ കരമടിച്ച് ആരാധിച്ചു കൊള്ളുക. വിടുതലിന്റെ ദൈവ, വഴി തുറക്കുന്ന ദൈവ, വാതിൽ തുറക്കുന്ന ദൈവ ഈ രാത്രി ചലിക്കുകയാ. ഉടമന ധുമന അർത്ഥരകൽമന സംഭവമനാദിയ റിവാശതുര ജഗധുമ ഉടാരക അർത്ഥരക ജഗൽമന ധുമമശതുര അർത്ഥരകന ശൈദാരക വേദാരകൽമന. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുന്നു, ആർക്കും അത് അടയ്ക്കാൻ കഴിയുകയില്ല. ഈ രണ്ടാം രാത്രിയിൽ എത്ര പേർ ധൈര്യപ്പെട്ടു പറയും, എനിക്ക് വേണ്ടി ദൈവം തുറന്ന വഴികളെ, എൻ്റെ തലമുറകൾക്ക് വേണ്ടി ദൈവം തുറന്ന വഴികളെ ഒരു ശക്തിക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ഈ രാത്രി ഒരു നിയോഗം കൂടെയുണ്ട്, അതുകൂടെ പറയാൻ എനിക്ക് താല്പര്യം. ചെങ്കടൽ തീരത്ത് വഴിമുട്ടി നിൽക്കുന്ന ഇസ്രായേൽ ജനം, പുറകിൽ ആമൻ ഇരുമ്പ് രഥങ്ങളുമായി ഓടി വരുന്ന ഫറവോനിയ സൈന്യം. നമ്മുടെ ദൈവദാസന്മാരുടെ പ്രസംഗ ഭാഷ ഉപയോഗിച്ചാൽ ഇരു സൈഡുകളിലും ചെങ്കുത്തായി നിൽക്കുന്ന പർവ്വതങ്ങൾ. സ്തോത്രം. മുന്നിൽ വഴിയില്ല, ഓടാനിടമില്ല, തിരിഞ്ഞു നടക്കാൻ സ്ഥലമില്ല, വഴി മുട്ടി നിൽക്കുന്നൊരു ജനം. ആമേൻ. അവർ മോശയോട് വെറുപെറുത്തു വിളിച്ചു പറഞ്ഞു, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഇവിടെ കൊണ്ടുവന്നത്? ഒരു നല്ല ഗ്ലോറി പറ. സ്തോത്രം. ഇത് കേട്ടു ദുഃഖിച്ച മോശ തമ്പുരാന്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കിയപ്പോൾ ദൈവം പറഞ്ഞൊരു ദൂതുണ്ട്, മോശേ ജനത്തോട് മുന്നോട്ടു പോകാൻ പറയാൻ. മനസ്സിലായില്ല? ജനത്തോട് മുന്നോട്ടു പോകാൻ പറയാൻ. ഇന്ന് രാത്രി അത് ഞാൻ ഇവിടെയും പറയുകയാ. മുന്നിൽ ചെങ്കടൽ കാണും, പക്ഷെ ആത്മാ പറയുന്നു മുന്നോട്ടു പോകുക. മുന്നിൽ ചെങ്കടൽ കാണോ, പ്രശ്നങ്ങൾ കാണോ, എന്നാൽ ഇന്നു രാത്രി ദൈവാത്മാ പറയുന്നു മുന്നോട്ട് പോകുക, മുന്നോട്ട് പോകുക, മുന്നോട്ട് പോകുക. ഈ രാത്രിയിൽ ആമേൻ വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തോത്രം. ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ ഏറ്റു പറഞ്ഞു, ഞാൻ മുന്നോട്ട് പോകും. ആമേൻ. എന്നെ തിരിച്ചു പിടിക്കാൻ നിൽക്കുന്ന ഒരു ശക്തിക്കും എൻ്റെ മേൽ ആധിപത്യമുണ്ടാകില്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു, നീ തിരിഞ്ഞു നോക്കിയാൽ ഒരു കാഴ്ച കാണും. അത് പിൻഗമിക്കുന്ന മിസ്രൈമ്യ ശക്തിയെയല്ല. ആമേൻ. ചെങ്കടലിൻ്റെ ആഴത്തിൽ മുങ്ങുന്ന മിസ്രൈമിനെ നീ കാണും. ഒരു ആമേൻ പറയാ. ഈ രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ എൻ്റെ അകത്തളത്തിൽ പരിശുദ്ധാത്മ പ്രബോധിപ്പിച്ചു പറയുന്നു, ചില കുടുംബങ്ങൾക്കെതിരെ നാളുകളായി പിൻഗമിച്ചു വന്ന ശക്തികളെ തകർത്തിട്ട് ജനത്തിന്മേലൊരു ജയം തരാ. ഉടമന രകൽമന, ഇന്നു നീ കണ്ട മിസ്രൈമിനെ ഇനി മേലാൽ കാണുകയില്ല. അർത്ഥാരകൽമന എന്ന വചനം പോലെയുള്ള വിടുതലുകൾ കുഞ്ഞെ നിനക്ക് വേണ്ടി ചെയ്യാൻ, നിന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ ഈ ദൈവം ശക്തി തിരിച്ചറിയുന്നവർ കരമുയർത്തി സ്തോത്രം. വാക്കുകൾ പരിമിതപ്പെടുത്തി പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ മുമ്പിൽ അത്യാവശ്യമാണ്. രാത്രി യോഗം ദീർഘമാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ ദൂതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് ഞാൻ കയറും. പ്രാർത്ഥനയോടെ നമ്മൾ ഒരുമിച്ച് പ്രാപിക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ജനനം രണ്ട് ഗ്രൂപ്പിനെ അറിയിച്ചു. ഒന്ന് വിദ്വാൻമാരെ, കിഴക്കു നിന്നുള്ള വിദ്വാൻമാരെ, അവരെ നക്ഷത്രം കാണിച്ചറിയിച്ചു. രണ്ട് ഇടയന്മാരെ,
അവരെ ദൂതനെ കൊണ്ടറിയിച്ചു. നിങ്ങൾക്കുണ്ടാകാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. കർത്താവെന്ന ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. രണ്ടും രണ്ട് മേഖലയാണ്. കേൾക്കുക, ഞാൻ എൻ്റെ കർത്താവിനോടൊരു ചോദ്യം: എന്തുകൊണ്ട് കിഴക്കുള്ള വിദ്വാൻമാരെ യേശുവിൻ്റെ ജനനം അറിയണം? എന്തുകൊണ്ട് കിഴക്കുള്ള വിദ്വാൻമാർ യേശുവിൻ്റെ ജനനം അറിയണം? യഹൂദന്മാർ മാത്രം അറിഞ്ഞാൽ പോരെ. മറുപടി, ഇന്നേക്ക് വർഷങ്ങളുടെ പുറകിൽ, ആമേൻ, അഥവാ ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യകുലത്തിൻ്റെ ആരംഭത്തിൽ സംഭവിച്ച സഹോദരനെ കൊന്നിട്ട് കായീൻ ഓടിയൊരു സ്ഥലമുണ്ട്. അവൻ കിഴക്കോട്ട് സഞ്ചരിച്ചെന്നെഴുതിയെങ്കിൽ അന്നത്തെ കായീൻ്റെ പ്രവർത്തികൾ കിഴക്കിൻ്റെ മണ്ണിനെ ശാപത്തിൻ്റെ മണ്ണാക്കി ഇട്ടിരിക്കുമ്പോൾ ആ ശാപത്തെയും പരിഹരിപ്പാൻ യേശു ജനിച്ചെന്ന് കിഴക്കുള്ളവരും അറിഞ്ഞേ മതിയാകൂ. മനസ്സിലാകുന്നവർ കരമുയർത്തി ഗ്ലോറി പറയണം. ഇന്ന് രാത്രി ഞാൻ ധൈര്യപ്പെട്ടു പറയുന്നു, ഏത് ശാപങ്ങളെയും അഴിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ശൈതാരകൽമന, പിതൃശാപങ്ങളാകട്ടെ, ഏത് ശാപങ്ങളാകട്ടെ, അതിനെ അഴിക്കാൻ കഴിയുന്ന ഒരു നല്ല ദൈവത്തെയാണ് ഉടമന ധുമന രകൽമന ഞാൻ ആരാധിക്കുന്നത്. തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി സ്തോത്രം ചെയ്യാതിരിക്കരുതോ. രാജാരകന കുടുംബ ശാപങ്ങളോ പാരമ്പര്യ ശാപങ്ങളോ നിനക്കെതിരെ വാദിച്ചാൽ അവയെ പൊട്ടിച്ചു കളയാൻ കരുത്തുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. രാജാരകൽമന ശൈതാരകൽമന ഒന്ന് കരമുയർത്തി പിടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇതിനകത്തിരിക്കുന്നവരുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ പൊന്നു ഭാഷ, ഞങ്ങൾക്കൊന്നും അങ്ങനെയുള്ള ഒന്നും ഇല്ലാത്തവരായിരുന്നു. സ്തോത്രം. നമുക്ക് നമ്മളെയും നമ്മുടെ പുറകിലുള്ള നമ്മുടെ പേരൻസിനെയും ഒത്താൽ വല്യപ്പച്ചനെ വരെയല്ലേ അറിയത്തുള്ളൂ. നല്ല ഗ്ലോറി പറഞ്ഞേരെ. സ്തോത്രം. എനിക്ക് എൻ്റെ അപ്പനെ അറിയാം, എനിക്ക് എൻ്റെ വല്യപ്പനെ അറിയാം. എൻ്റെ വല്യപ്പൻ്റെ മുഖം ഇപ്പം എൻ്റെ ഓർമ്മയിൽ ഇല്ല. അത്ര അനുഭവമേ ഉള്ളൂ. സ്തോത്രം. എന്നാൽ കേൾക്ക്, അതിൻ്റെ പുറകോട്ടൊക്കെ പഠിക്കുമ്പോൾ ആമേ ശാപങ്ങളുടെ ആമേ കൂടായി കിടന്ന കുടുംബങ്ങളുടെ അകത്തുനിന്ന് സ്തോത്രം ഒരു നല്ല ഗ്ലോറി പറയണം. ഈ രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പാ, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയെങ്കിൽ അവൻ നമ്മുടെ ശാപങ്ങളെ വഹിച്ചതുകൊണ്ട് ഇന്ന് രാത്രി ഇതിനകത്ത് ഞാനൊരു അനുഗ്രഹമായത്. ഓ രാജാരകൽമനാദിയ, ഈ രാത്രി ഞാൻ ആ ദൂത് പറയൂ, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ എൻ്റെ യേശു മരത്തിന്മേൽ കയറിയത് കൊണ്ട് ഞാനൊരു അനുഗ്രഹമായി ഉറപ്പുള്ള ദൈവമക്കൾ അക്കരമുയർത്തി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കിഴക്കുള്ളവരത് അറിയണം. അവരുടെ ശാപം മാറിയ ചരിത്രം ഞാൻ പറയാം. കായീൻ ആരാധനക്കാരനെ കൊന്നിട്ടാ പോയതെങ്കിൽ കിഴക്കുള്ള വിദ്വാൻമാർ തിരിച്ചു വന്ന് യേശുവിനെ നമസ്കരിച്ചപ്പോൾ പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചവെച്ച് ആമേൻ ഹാബേൽ ആരെ ആരാധിച്ചോ ആ ദൈവത്തെ കായീന്റെ ജനറേഷൻ കിഴക്ക് നിന്നുള്ളവർ വന്നു വണങ്ങിയപ്പോൾ കിഴക്കിന്റെ മണ്ണിന്റെ ശാപം മാറി. ഒരു ദൂത് കൂടെ പറയാം. 1-ാം നൂറ്റാണ്ടിൽ സഭ ഏറ്റവും കൂടുതൽ വളർന്നത് കിഴക്കിന്റെ മണ്ണിലാണെങ്കിൽ മിണ്ടാതിരിക്കുന്ന ഇരിപ്പ് കണ്ടോ. ശൈതാരകൽമന 1-ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ ദൈവസഭകൾ എഴുന്നേറ്റത് കിഴക്കിന്റെ മണ്ണിലോട്ടാണെങ്കിൽ ഇന്ന് രാത്രി ദൂത് പറയാ, ശാപം മാറിയ മണ്ണിൽ തമ്പുരാന്റെ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഈ രാത്രി ദൂതുമായിട്ടേ മടങ്ങാവൂ. നിന്റെ കുടുംബത്തിനകത്തേക്ക് ഒരു വലിയ ദൈവ പ്രവൃത്തിയെ ഉടമനോ ധുമനോ രകൽമനോ ഈ രാത്രി തമ്പുരാൻ അടിച്ചു വിടുകയോ. അർത്ഥരകൽമന ഉടാരകൽമന ധൂമാമ ശതുരാജഗന അർത്ഥരഗന ശൈദ ധൂമഗമന സംഭവ വേദാരകൽമന. ആ കരമൊന്ന് ഉയർത്തി പിടിച്ച് ഈ രാത്രി സ്തോത്രം. ഹല്ലേലൂയ. 2 ഇടയന്മാരെ അറിയിച്ചു. ഇടയന്മാരെ
ദൂതറിയിക്കാൻ അതിപ്രധാന കാര്യങ്ങൾ പലതാണ്. കാരണം മഹാപുരോഹിതന്മാർ, പുരോഹിതന്മാർ, പരീശന്മാർ, സാധുക്യർ, സന്നിധി സംഘം, ഇങ്ങനെ യഹൂദ പശ്ചാത്തലത്തിൽ ശ്രേഷ്ഠന്മാരായ പലരുമുണ്ട്. അവരെ ഒന്നും അറിയിക്കാതെ ദൈവപുത്രൻ്റെ ജനനം ഇടയന്മാരെ അറിയിക്കാൻ അതിപ്രധാനമായ പല കാര്യങ്ങളുണ്ട്. ആമേൻ. ഒന്ന് തൊട്ട് നിങ്ങൾക്ക് ആ വചനം ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. എന്തുകൊണ്ട് ഇടയന്മാരെ ഈ ദൂതറിയിച്ചു? ഒന്ന്, ഇടയന്മാർ എല്ലാവരും ഉറങ്ങുമ്പോൾ ഉണരുന്നവരാണ്. ഒരു നല്ല സ്തോത്രം ചെയ്യണം. അർദ്ധരാത്രിയിൽ വെളിമ്പ്രദേശത്ത് അവർ ആടുകളെ കാത്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരാമേൻ പറയണം. അർദ്ധരാത്രി എല്ലാവർക്കും ഉറങ്ങാനുള്ള രാത്രി, എന്നാൽ ഈ ഇടയന്മാർ ഉണരുന്ന രാത്രി. ഒരാമേൻ പറയണം. ഇന്ന് രാത്രി ദൂത് ഞാൻ പറയാം. എല്ലാവരും ഉറങ്ങുന്ന കൂട്ടത്തിൽ ഉറങ്ങിയാൽ നിനക്ക് ദൂത് കിട്ടില്ല. എന്നാൽ എല്ലാവരും ഉറങ്ങിയാലും നീ ഉണരാൻ തയ്യാറായാൽ കാലഘട്ടത്തിന്റെ ദൂത് നിനക്ക് നൽകാൻ. മനസ്സിലായില്ല. ഇന്ന് രാത്രി ശുശ്രൂഷകരോട് ഞാൻ ആവേശത്തോടൊരു ദൂത് പറയും. എല്ലാവരും ഉറങ്ങുന്ന കൂട്ടത്തിൽ അവൻ ഉറങ്ങുന്നവനെ അല്ല ദൈവത്തിന് ആവശ്യം. ഉറങ്ങുന്നവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കാൻ തയ്യാറായ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാൻ ഈ ദൈവം ശക്തനാണെങ്കിൽ, ഈ ഉപവാസത്തിന്റെ 3-ാം രാത്രിയിൽ ഉണരാൻ മനസ്സു കാണിക്കുന്നവര് ഈ കാലഘട്ടത്തിന്റെ ദൂത് കൈമാറാൻ, ഈ കാലഘട്ടത്തിന്റെ നിയോഗം കൈമാറാൻ, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകത്തെ കൈമാറാൻ ഈ ദൈവം ശക്തനാണ്. ഈ രാത്രി ദൂത് തിരിച്ചറിയുന്നവർ ആ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യണം. ഉടമന ധുമന രകൽമന അർത്ഥരകന ശതുരമനാദിയ ധുമരകൽമന സംഭവമനാദിയ അർത്ഥരകന ശതുരമനാദിയ വൈഡാരകൽമന അർത്ഥാരകൽമന ശൈദാരകൽമന ധൂമാരകൽമന ഉടയാരകൽമന അർത്ഥാരക ശൈദ രാജാരകന ജഗന ധൂമാമാന ശതുരേ അർത്ഥാരകൽമന. കരമുയർത്തി സ്തോത്രം ചെയ്യട്ടെ. 2, ഇവർക്കൊരു ഗുണമുണ്ട്. ഇവർ അന്വേഷണമുള്ളവരാ. 1, ഇവർ ഉണരുന്നവരാ. 2, ഇടയന്മാർ അന്വേഷണമുള്ളവരാ. ആമേൻ. അവിടെ എഴുതി, അവർ ശിശുവിനെ ബേത്ലഹേമോളം ചെന്ന് അന്വേഷിച്ചു, കണ്ടെത്തി, മടങ്ങി. 2, ദൂത് കിട്ടണോ? ഒരന്വേഷണം വേണം. 1 കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? വെറുതെ ഇരുന്നിട്ടൊരു കാര്യവുമില്ല. അസാധാരണ ദൈവപ്രവൃത്തി നമ്മളിൽ സംഭവിപ്പാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ അസാധാരണ നടപടി നമ്മളിൽ നിന്ന് വെളിപ്പെടണം. ഒരു ആമേൻ പറയണം. ആമേൻ. ഇന്ന് രാത്രിയിൽ ചിലരുടെ മുഖം കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, എന്നാൽ ചിലരെ കാണുമ്പോൾ ദുഃഖവുമുണ്ട്. കാരണം ഈ ഇരിപ്പിരുന്നാൽ ഇങ്ങനെ തന്നെ ഇരിക്കാം, എന്നാൽ അസാധാരണ പ്രതികരണ ശേഷിയുള്ള ചിലത് ഇതിനകത്തുണ്ട്. ഞാൻ അവരെ നോക്കി പ്രവചിക്കും, നിന്റെ മേൽ അസാധാരണമായ അഭിഷേകത്തെ തന്ന് നിന്നെ ഉയർത്താൻ ഈ ദൈവം ശക്തനാണ്. അർത്ഥാരകന ശൈതാരകൽമന അസാധാരണമായ ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ ഈ ദൈവം ശക്തനാണ്. രാജാരകന ജഗനാഥുമന ഉടാരകൽമന അർത്ഥാരകന ശൈതാരകൽമന. കരവും ശബ്ദവും ഉയർത്തി സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ആമേൻ. ഇവർ അന്വേഷണമുള്ളവരാണ്. അതുകൊണ്ട് മോശയും തീ കണ്ട, മോശ ഒരു ഇടയനാ. മോശ തീ കണ്ടപ്പോൾ, സാധാരണ തീ കണ്ടാൽ അടുക്കുകയല്ലേ ആളുകൾ, ഓടുകയായ ആളുകൾ. ഒരിക്കൽ ഞാൻ ഒരിടത്ത് പ്രസംഗിച്ചപ്പോൾ ഞാൻ ചോദിച്ചു പോയി, വീട്ടിൽ തീ കത്തിയാൽ ആമേൻ ഭാര്യയെ പിടിച്ചിറക്കുമോ? ഭർത്താവ് ഭാര്യയെ പിടിച്ചിറക്കുമോ? ഭാര്യ ഭർത്താവിനെ പിടിച്ചിറക്കുമോ? അതോ ഒറ്റയ്ക്ക് ഓടുമോ? സ്തോത്രം. അവിടെ ഇരുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, ഒറ്റയ്ക്ക് ഓടും. ഏതായാലും കുടുംബ പ്രശ്നം ഉണ്ടാകാതെ രക്ഷപ്പെട്ടത് എനിക്കറിയാം. സ്തോത്രം ചെയ്യുക. ഇതിനകത്തും അങ്ങനെ തന്നെ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. വീടിന് തീ പിടിച്ചാൽ ആമേ അവനവൻ്റെ രക്ഷയല്ലാതെ ഒരു നല്ല ഗ്ലോറി പറയണം. മനസ്സിലാകുന്നില്ല? സ്തോത്രം. ആമേ ആമേൻ.
ഇരിക്കുന്ന വീടിന് തീ പിടിച്ചാൽ അവരവർ ഓടുകല്ലാതെ, ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് എല്ലാവരെയും ഇറക്കിയിട്ടാ ഞാൻ ഓടുകൊള്ളുന്ന നടക്കുകയല്ല കേട്ടോ, അവരവരോടും. സ്തോത്രം, ആമേൻ. എന്നാൽ മോശയെ കണ്ടുപഠിക്ക്, അവൻ തീ കണ്ടപ്പോൾ ഓടുകല്ല, അവൻ അടുക്കാൻ തുടങ്ങി. കാരണം ആ തീക്കകത്തൊരു പ്രത്യേകത, മുള്ളിന്മേൽ തീ ഇറങ്ങുന്നു. സ്തോത്രം ചെയ്തോണം. ഒരു ദൂതുകൂടെ ഞാൻ പറയും, ആദാമ്യ ശാപമാ ആമേൻ മുള്ളെങ്കിൽ ആ മുള്ളിന്മേൽ ദൈവത്തിന്റെ തീ ഇറക്കാൻ ഈ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞുകൊള്ളുക. മുൾപ്പടർപ്പിൽ തീ കത്തുന്നു. മോശ സൂക്ഷിച്ചു നോക്കി, തീ കത്തുന്നുണ്ടെങ്കിലും മുൾപ്പടർപ്പ് വെന്തുപോകുന്നില്ല. മോശയ്ക്ക് മനസ്സിലായി ഇതൊരു സാധാരണ തീയല്ല, ഇതിനകത്തൊരു അസാധാരണത്വമുണ്ട്. ഒരു ആമേൻ പറ. സ്തോത്രം. അസാധാരണമായ തീ കണ്ട മോശ അസാധാരണമായ തീയുടെ അടുക്കലേക്ക് അടുക്കുമ്പോൾ അകത്തു നിന്നൊരു വിലക്ക്, മോശേ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്നിടം വിശുദ്ധം, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പൂരിക്കളക. ഒരു ദൂത് ഞാൻ പറയാ. ആമൻ. മോശയുടെ വരവ് കണ്ടപ്പോൾ സർവശക്തനായ ദൈവത്തിനൊരു കാര്യം മനസ്സിലായി, ഇവനെ ഇപ്പോൾ വിലക്കിയില്ലെങ്കിൽ ഇവൻ ഈ തീക്കകത്ത് കയറാൻ മനസ്സുള്ളവനാ. ഗ്ലോറി പറ. ഇന്ന് രാത്രി ഞാൻ ദൂത് പറയാ, ചിലതിന്റെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം ഇതെവിടെ വരെ കയറിപ്പോകുമെന്നൊരു ആമ. ആമ. ചിലതിന്റെ കയ്യടി കാണുമ്പോൾ അറിയോ, ചിലതിന്റെ ആവേശം കാണുമ്പോൾ അറിയോ നീ എവിടെ വരെ കയറി പോകും, ഏതു തലം വരെ ഉയരും. ഉടമന ധുമന രഗന ശതുര അർത്ഥരകൽമന. ഈ രാത്രിയിൽ കരമടിച്ചു സ്തോത്രം ചെയ്യോ. രാജാരഗന ജഗന ധൂമകാരക അർത്ഥരകൽമന. കരങ്ങളെ അടിച്ചു സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആളുകളൊക്കെ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയാൻ വരുമ്പോഴേ ആ വരവ് കാണുമ്പോഴേ നമുക്കറിയാം പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ആമേൻ, ആമേൻ, ആമേൻ. കാളവണ്ടിക്ക് കാറ്റ് പിടിച്ചതുപോലെ. സ്തോത്രം. ആ വരവ് കാണുമ്പോഴേ അറിയാം കൈ വെച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. എന്നാൽ ചിലതിനെ കാണുമ്പം കൈ വെക്കാൻ തോന്നും. ഒരു നല്ല ഗ്ലോറി പറയുന്നേ. ഇന്ന് രാത്രി നിങ്ങളുടെ എല്ലാം തലേ കൈവെക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നങ്ങ് ചിന്തിച്ചു പോകുക. പക്ഷേ കൈവെക്കുന്നില്ല. പക്ഷെ ആർത്തിയുള്ള ചിലതിനകത്തുണ്ട്. ഈ രാത്രി കേട്ടോ, അസാധാരണമായ ഒരു അധികാരം. മനസ്സിലായില്ല. മോശയുടെ വരവ് കണ്ടപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇവൻ തീക്കകത്ത് കയറാൻ മനസ്സുള്ളവനാ. ഗ്ലോറി പറഞ്ഞേര്. ഇന്ന് രാത്രി ഞാൻ ദൂത് പറയാ, മോശെ നിന്റെ മേൽ അസാധാരണമായ ഒരധികാരത്തെ തരോ. ഓ രാജാരഗാജഗ ഉടാരകൽമനാർത്ഥരഗനാജഗന ഉടമനധുമന വേദകാരകൽമന ശതുരമന. ഓ ദൈവാത്മാവനോട് പറയാൻ പറയുന്നു, ഇത്രോവിന്റെ 10 ആടിനെ കൊണ്ട് നടക്കാൻ മാത്രമല്ല മോശേ നിന്റെ മേൽ ഞാൻ അധികാരം തരുന്നത്, ഒരു ജനതയെ വിടുവിപ്പാനുള്ള അധികാരം. ഉടമന ധുമന രകൽമന. ഒരു ജനതയെ വിടുവിപ്പാൻ രാജാരകൽമന, ഒരു ജനതയെ വിടുവിപ്പാനുള്ള അധികാരം. അർത്ഥരകന ശൈതരകൽമന ധൂമരകൽമന അർത്ഥരക ശൈത. പ്രാപിക്കുന്നവർ രാത്രി പ്രാപിച്ചോ, ഏറ്റെടുക്കുന്നവർ ഏറ്റെടുത്തോ. ഒരു ജനതയെ വിടുവിപ്പാൻ, ഒരു ജനതയെ വിടുവിപ്പാൻ. രാത്രി തമ്പുരാൻ എന്നോട് പറയാൻ ഒരു നിയോഗം. എനിക്കറിയാം സമയം തീർന്നു, പക്ഷെ എനിക്കൊരു നിയോഗം. ആ നിയോഗം കേൾക്കാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? ഒരു നിയോഗം പറയാൻ പോകുകയാ. പത്രോസിന് യഹൂദന്മാരുടെ ഇടയിലാണെങ്കിൽ പൗലോസിന് ജാതികളുടെ ഇടയിലാണ്. സ്തോത്രം ചെയ്തോ. ശുശ്രൂഷ എവിടെ, എങ്ങനെ എന്ന് കരുതുന്ന ചിലരോട് ഇന്ന് രാത്രി ആത്മാ പറയുന്നു, അവനൊരു ജനതയെ വിടുവിപ്പാൻ. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ചിലത് തിരുവനന്തപുരം പട്ടണം വിടും. മനസ്സിലാകുന്നില്ല. ചിലത് തിരുവനന്തപുരം പട്ടണം വിടും. നിനക്ക് വേണ്ടി ചില ഏറിയ ഒരുങ്ങിയിട്ടുണ്ടെന്ന് ആത്മാവി രാത്രി ദൂത് പറയുന്നു.
ഓ ശൈതാരകൽമന, ചില ദ്വീപുകൾ നിനക്കായി ഒരുങ്ങിയിട്ടുണ്ട്. അർത്വാരക ശൈതാരക ധൂമാരക ശൈതാരക അർത്വാരക ജഗൽമന പ്രൗഢമാന ധൂമാമാന ശൈതാരാജ അർത്വാരകന വൈഡാമാന ധൂമാമാന ശൈതാരാജ അർത്വാരകന വൈഡാമാന ധൂമൽമാന ശൈതാരാജ അർത്വാരീവ വൈഡാമാന ധൂമാമാന രീവ ശൈദേ രാജ വേദ ഉടയ തുമന അർത്വ വേദി രീവ ശൈദ അർത്വ. സ്തോത്രം. ദൈവാത്മാവി രാത്രിയിൽ ഇതിനകത്ത് പ്രവചിക്കുന്നു. ചില ദ്വീപുകൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. സ്തോത്രം ചെയ്തോ. എന്തോ പരിശുദ്ധ ആത്മാവ് ഇന്ന് രാത്രി ചിലരോട് ദൂത് പറയുന്നു. ഒരു മിഷണറി ട്രിപ്പ് പോലെ, മിഷൻ ട്രിപ്പ് പോലെ തമ്പുരാൻ ചിലതിന്റെ ഗതികൾ വെളിപ്പെടുത്താൻ പോകുകയാ. ഓ ശൈതാരകൽമന, ഇന്ന് രാത്രി ആ പുറകിൽ, ഏറ്റവും പുറകിൽ ആ റോസ് കളറിട്ട ആ കൈ ഉയർത്തി അച്ചായനോട് തമ്പുരാന്റെ ആത്മാ പ്രവചിക്കുന്നു. ആമേൻ ആമേൻ ആമേൻ. ഗതികൾ വെളിപ്പെടുത്തി, വഴികൾ വെളിപ്പെടുത്തി, ചാല് വെളിപ്പെടുത്തി, എനിക്ക് നിന്നെ ഉപയോഗിപ്പാനുണ്ടെന്ന് ഈ രാത്രി ആത്മാവ് ദൂതിടപെടുകയാ. കരങ്ങളെ ഉയർത്തി ഈ രാത്രി സ്തോത്രം ചെയ്യട്ടെ. ചില മിഷൻ ട്രിപ്പുകൾ, മിഷണറി യാത്രകൾ ദൈവം ഇതിനകത്ത് കൈമാറുകയാ. ഉടമന തുമന അർത്ഥാരക ശൈതാരക വൈഡാരക. സ്തോത്രം. ദൈവാത്മാവി രാത്രി പറയുന്നു, പ്രിയപ്പെട്ടവരെ, ചില മിഷണറി യാത്രകൾ ഇതിനകത്ത് ചിലതിനെ ദൈവം ഏൽപ്പിക്കും. മനസ്സിലാകുന്നെങ്കിൽ കരമുയർത്തി ഗ്ലോറി പറഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ. പണ്ട് കോഴഞ്ചേരിയിലെ ആമേൻ ആമേൻ കോഴഞ്ചേരിക്ക് അടുത്തുള്ള നിലന്തൂരിനടുത്തുള്ള ഇടത്തു നിന്ന് ഒരു മനുഷ്യൻ യാത്ര ചെയ്ത് രാജസ്ഥാനിലെത്തിയെങ്കിൽ, അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയെങ്കിൽ, ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, ഇതിനകത്തുനിന്ന് ഞാൻ ചിലതിനെ വിവിധ മേഖലകളിൽ അയച്ച് എൻ്റെ പ്രവൃത്തിയെ തികവോടെ കുഴിക്കാലക്കാരനെ രാജസ്ഥാനിൽ എത്തിച്ചൊരു ദൈവമുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുന്നു, ഇതിനകത്തുനിന്ന് ദൈവം ചിലതിനെ പൊക്കിയെടുത്ത് വിവിധ മേഖലകളിൽ നട്ടിട്ട് അവിടെ സ്പ്രെഡ് ചെയ്യുന്നത് പോലെ ഈ ദൂതിനൊരു ആമേൻ പറയാൻ പറ്റുന്നെങ്കിൽ തമ്പുരാൻ ഈ രാത്രി വിളിച്ചു ഉടമന രകൽമന ആമേ ദൂത് വിളിച്ചു പറയുന്നു. ആമേ ചില രാജ്യങ്ങളിൽ സ്പ്രെഡ് ചെയ്യത്തക്ക നിലയിൽ, ചില ദേശങ്ങളിൽ സ്പ്രെഡ് ചെയ്യത്തക്ക നിലയിൽ ദൈവകരം ചലിക്കുമെന്ന് ഈ രാത്രി ദൂത് പറയുകയാ. ഉടമന ധുമന രകൽമന അർത്ഥാരകന ശതുരാജകന അർത്ഥേരകെ. മനസ്സിലാകുന്നവർ അക്കരമെന്നുയർത്തി സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾ പരിമിതപ്പെടുത്തുകയാ. ആ ഭാഗത്ത് നിന്ന് പറഞ്ഞു നിർത്താം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജനിച്ചത് രാജനക്ഷത്രത്തിലാണ്. രാജനക്ഷത്രത്തിൽ ജനിച്ചവനെ വിദ്വാൻമാർ രാജകൊട്ടാരത്തിൽ അന്വേഷിച്ചു. അർത്ഥം, രാജനക്ഷത്രത്തിൽ ജനിച്ചവൻ എവിടെ തന്നെ വേണം? ഗ്ലോറി. ജനിച്ചത് രാജനക്ഷത്രം, ജനിച്ചു വീണത് പുൽക്കൂട്. ഗ്ലോറി പറ. ആമേ. ജനിച്ചത് രാജനക്ഷത്രത്തിൽ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ജനിച്ചത് യഹൂദന്മാരുടെ രാജാവായിട്ട്, പക്ഷേ പിറന്നു വീണത് പുൽക്കൂടിനകത്ത്. ജനിച്ചത് രാജനക്ഷത്രത്തിൽ, വളർന്നത് തച്ചൻ്റെ വീട്ടിൽ. ക്രൈസ്തലോ നക്ഷത്രം, രാജനക്ഷത്രം, സാഹചര്യം മോശം. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? യേശു എന്ന ആ ഭാഗത്ത് എന്നെ ഒന്ന് തുലനപ്പെടുത്തിയിട്ട് അതൂതൊന്ന് ഏറ്റെടുക്കണം. സ്തോത്രം. സാഹചര്യങ്ങൾ മോശവും
തലയിൽ കിടക്കുന്ന നക്ഷത്രം ഉയരുന്ന നക്ഷത്രവും. ഒരു നല്ല ഗ്ലോറി പറയാം. മനസ്സിലാകുന്നില്ല? ആമേൻ. നിന്നോടുള്ള ദൈവശബ്ദം വെച്ച് നീ ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല. ആമേൻ. നിന്നോടുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകൾ വെച്ച് നീ ഇങ്ങനെ പോകേണ്ടവളല്ല. പക്ഷെ സാഹചര്യങ്ങൾ നിന്നെ ഒതുക്കിയിടുമ്പോൾ ഇന്ന് രാത്രിയിൽ സാഹചര്യങ്ങളെ പൊളിച്ചിട്ട് നിന്റെ മേൽ ദൈവം നിശ്ചയിച്ച നിശ്ചയങ്ങൾക്കൊത്തവണ്ണം നിന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നവന്റെ കരം ഈ രാത്രി ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ഞാൻ അതിനകത്തൊരു ദൂത് പറയും. ചിലതിൻ്റെ തലയിൽ MBAയുടെ നക്ഷത്രമുണ്ട്, പക്ഷേ കിടന്ന് കറങ്ങുകയാണ്. ചിലതിൻ്റെ തലയിൽ നേഴ്സിങ്ങിൻ്റെ നക്ഷത്രമുണ്ട്, കിടന്ന് കറങ്ങുകയാണ്. ചിലതിൻ്റെ തലയിൽ വേറെ പല MCAയുടെ നക്ഷത്രമുണ്ട്, MBBSൻ്റെ നക്ഷത്രമുണ്ട്. ചിലതിൻ്റെ തലയിൽ കൃപാവരങ്ങളുടെ നക്ഷത്രമുണ്ട്, പക്ഷേ കിടന്ന് നട്ടം കറങ്ങുകയാണ്. ആമേൻ. ഒരിടത്തുനിന്ന് അപ്പുറത്തോട്ടൊന്നും മാറാൻ കഴിയാതെ കിടന്ന് കറങ്ങുന്ന ചിലർ ഇതിനകത്തുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ആ കറക്കുന്നവനെ പൊട്ടിച്ചിട്ട്, സ്തോത്രം, ഈ രാത്രിയിൽ ശുശ്രൂഷകർക്ക് മാത്രമല്ല ഈ ദൂത്. ആമേൻ. നിന്റെ തലയിലുള്ള നക്ഷത്രങ്ങൾക്കൊത്തവണ്ണം ആമേൻ ഉയർച്ചയിലേക്ക് നിന്നെ വിടാതെ നിന്നെ ഇട്ട് വട്ടം കറക്കുന്ന അതിരും പരിധിയും വെച്ച് നിന്റെ വഴികളെ ബന്ധിച്ചിരിക്കുന്ന ആ ബന്ധനങ്ങൾ ഈ രാത്രിയിൽ ഇവിടെ അഴിയപ്പെടുകയാ. അർത്ഥാരകന ശൈതാരകൽമന ധൂമാരകന ശതുരമനാദിയ അർത്ഥാരകന ശൈതാരകൽമന. ഈ രാത്രിയ വിടുതൽ പ്രാപിപ്പാൻ മനസ്സുള്ളവർ വിടുതൽ അനുഭവിക്കട്ടെ. ഞാൻ വേഗത്തിൽ വാക്കുകൾ പരിമിതപ്പെടുത്തി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സ്തോത്രം. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, പരിധിയും അതിരും വെച്ച് ഇതിനപ്പുറത്തേക്ക് നീ വേണ്ട, ഇതിനപ്പുറത്തേക്ക് നീ പോകണ്ട എന്നുള്ള ആക്രോശത്തോടെ ആമേൻ വാമൻ നിന്നെ ഇട്ട് വട്ടം കറക്കുന്ന ആ ദുഷ്ടശക്തിയുടെ മേൽ ഈ രാത്രി ഒരു ജയം. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ എൻ്റെ അന്തരാത്മാവിൽ നിയോഗമുണ്ട്. ചില കുടുംബങ്ങളോടുള്ള ബന്ധത്തിൽ വിടുതൽ ഒരിക്കലും വെളിപ്പെടുകയില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന, ഇതിനപ്പുറത്തേക്ക് നിന്റെ കുടുംബത്തെ ഞാൻ വിടില്ല, ഇതിനപ്പുറത്തേക്ക് നിന്റെ തലമുറയെ ഞാൻ വിടില്ല എന്ന് വാദിച്ചു നിൽക്കുന്ന ശക്തികളെ ഈ രാത്രി ജയ. അർത്ഥാരകന ശൈതാരകൽമന ഉടാരകൽമന അർത്ഥാരകന. ഈ രാത്രി ദുഷ്ടന്റെ കോട്ടകൾ പൊട്ടുകയാ, ദുഷ്ടന്റെ കോട്ടകൾ പൊട്ടുകയാ. വൈഡാരകൽമനാദിയ അർത്ഥാരകൽമന. സ്തോത്രം. ഒന്ന് രണ്ട് ചിന്തകൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. യേശു കർത്താവിൻ്റെ തലയിൽ അഥവാ യേശു കർത്താവ് രാജനക്ഷത്രത്തിൽ, യഹൂദന്മാരുടെ രാജനക്ഷത്രത്തിൽ ജനിച്ചെങ്കിലും പുൽക്കൂട്ടിൽ തച്ചൻ്റെ വീട്ടിൽ, ആമേൻ, 12-ാമത്തെ വയസ്സിൽ പള്ളിയിൽ പോയപ്പോൾ മറിയയും യോസേപ്പും കൂടെ പോയി. പള്ളിയിലെ പെരുന്നാൾ കഴിഞ്ഞ് മറിയയും യോസേപ്പും തിരിച്ചുപോയി. യേശു പള്ളിക്കകത്ത് തങ്ങി. ഒരു ആമേൻ പറയാമോ? സ്തോത്രം. ആമേൻ. 1-2-3 ദിവസത്തെ യാത്ര അനന്തരം കൂടെ യേശുവില്ലെന്ന് തിരിച്ചറിഞ്ഞ മറിയ തിരിച്ചു നടന്നു. ആമേൻ. 3 ദിവസം കൊണ്ട് മറിയയ്ക്ക് മനസ്സിലായി യേശു കൂടെ ഇല്ലെന്ന്. ചിലർക്ക് 30 വർഷമായിട്ട് മനസ്സിലായിട്ടില്ല. ഒരു നല്ല ഗ്ലോറി പറയണം. ചില ആളുകൾ ഓർക്കുന്നത് അന്യഭാഷ പറയുന്നത് കൊണ്ട് യേശു കൂടെ ഉണ്ടെന്ന്. ആമേൻ. മനസ്സിലാകുന്നില്ല. ചിലർ പറയുന്നത് കൈയടിക്കുന്നത് കൊണ്ട് യേശു കൂടെ ഉണ്ടെന്ന്. ആമേൻ. ഒന്ന് പരീക്ഷിച്ചു നിരീക്ഷിച്ചോണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ യേശു കൂടെ ഇല്ലെങ്കിൽ പിടിച്ചു നിർത്തിയിട്ടേ പോകാം. ഒരു ആമേൻ പറ. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. മറിയ തിരിച്ചു നടന്നു, യേശുവിനെ കണ്ടു. യേശുവിനെ കാണുന്നത് ഇങ്ങനെയാണ്. ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നടുവിലിരുന്നു കൊണ്ട് ജ്ഞാനം പറയുന്ന ക്രിസ്തുവിനെ 12-ാമത്തെ വയസ്സിൽ മറിയ കണ്ടു. ആമേൻ. മറിയ ദൂരെ നിന്ന് മാറി നിന്നൊരു വിളി വിളിച്ചു, യേശുവേ, നിന്റെ അപ്പനും അമ്മയും നിന്നെ എവിടെല്ലാം തിരഞ്ഞെന്നറിയാമോ? മറിയയുടെ ചേതോവികാരം എനിക്ക് മനസ്സിലായി. കാരണം യേശു ജ്ഞാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരീശന്മാർ വരെ വായി പൊത്തി കേട്ടോണ്ടിരിക്കുക. അപ്പം മറിയയ്ക്കൊരു താല്പര്യം, നിങ്ങളുടെ വായടപ്പിച്ച ഈ യേശു എൻ്റേതാണെന്നൊന്ന് പറയാൻ. ആമേൻ. മനസ്സിലായില്ല.
ഏത് അമ്മമാർക്കും ഉള്ള ഒരു താല്പര്യം അത് തന്നെയാ. ഉയരുന്ന മോൻ എൻ്റേത്, തകരുന്ന മോൻ അപ്പൻ്റേത്. മനസ്സിലായവർ ആമേൻ പറയണം. ഗ്ലോറി. ആമേൻ. ഡോക്ടർ മോൻ എൻ്റെ മോൻ, എഞ്ചിനീയർ മോൻ എൻ്റെ മോൻ, ഓഴപ്പൻ മോൻ അപ്പൻ്റെ മോൻ. മനസ്സിലാകുന്നവർ ആ കരമുയർത്തി ഒരു നല്ല ഗ്ലോറി പറ. ആമേൻ. മറിയ ദൂരെ നിന്ന്, യേശുവേ നിന്റെ അപ്പനും നിന്റെ അമ്മയും നിന്നെ എവിടെല്ലാം തിരഞ്ഞു. യേശുവിന് മനസ്സിലായി മറിയയുടെ താല്പര്യം. കർത്താവ് തിരിച്ചൊരു മറുപടി, സ്ത്രീയെ ഞാൻ എൻ്റെ അപ്പനുള്ളതിനകത്ത് ഇരിക്കേണ്ടതല്ലയോ. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യേ. പറഞ്ഞതിൻ്റെ അർത്ഥം, മറിയ കൊച്ചമ്മേ വെച്ച വെള്ളം അങ്ങ് വാങ്ങിയേര്. ഞാൻ തച്ചൻ്റെ വീട്ടിൽ കിടക്കണ്ടവനല്ല, ഞാൻ എൻ്റെ അപ്പൻ്റെ ആലയത്തിൽ കിടക്കണ്ടവനോ. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ. പക്ഷേ കേട്ടോ, മറിയ കർത്താവിൻ്റെ കയ്യെ പിടിച്ചു. യേശു അപ്പനായി യോസേപ്പിന്, വളർത്തപ്പനായി യോസേപ്പിന് യേശു വിധേയപ്പെട്ടു. 12ാമത്തെ വയസ്സിൽ ആമൻ ആലയത്തിനകത്ത് പാർക്കേണ്ടവനാണ് ഞാനെന്ന് യേശുവിന് ബോധ്യപ്പെട്ടെങ്കിലും ആമൻ മറിയയുടെയും യോസേപ്പിൻ്റെയും അവകാശവാദത്തിന് മുമ്പിൽ യേശു വീണ്ടും നസ്രയത്തിലേക്ക് ഒതുക്കപ്പെടേണ്ടി വന്നു. ഇന്ന് രാത്രി ഞാൻ ദൂത് പറയാ, ഒരിക്കലെങ്കിലും നാം ചിന്തിച്ചിട്ടില്ലേ ഞാൻ ഈ അളവിൽ കിടക്കേണ്ടവനല്ല? അങ്ങനെ ചിന്തിച്ചിട്ടുള്ള എത്ര പേര് ഇതിനകത്തുണ്ട്? എൻ്റെ മേൽ പകർന്ന അഭിഷേകവും എൻ്റെ മേൽ പകർന്ന കൃപയും എന്നോടുള്ള ദൈവശബ്ദവും വെച്ച് നോക്കിയാൽ ഞാൻ ഇങ്ങനെ കിടക്കേണ്ടവനല്ല എന്നൊരിക്കലെങ്കിലും തോന്നിയിട്ടുള്ളവർ ആ കരമൊന്നുയർത്തി സ്തോത്രം ചെയ്യാമോ? പക്ഷേ കേൾക്ക്, ഏതോ അവകാശങ്ങൾ നിന്നെ തിരിച്ചു പിടിച്ച് പഴയ നസ്രയത്തിൽ കൊണ്ട് ഒതുക്കുമ്പോൾ ഇന്ന് രാത്രി കേട്ടുകൊള്ളുക, അവിടെ നിന്ന് നിന്നെ പുറത്തിറക്കുന്ന സമയമെടുത്തോ. ഉടമന ധുമന രകൽമന. ഈ രാത്രി ചിലതിന്മേൽ നിൽക്കുന്ന അവകാശങ്ങള് യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി പൊട്ടിച്ചു കളയുകയാ. രാജാരകന ജഗന ധൂമാരകന ശൈദ അർത്ഥോരകന ശൈദ രാജാരകന ജഗന ധൂമാമാന ശൈദ ശൈദാരകൽമന. ഈ രാത്രി എനിക്കൊരു നിയോഗം, ഞാനത് പറയാൻ പോകുകയാ. ചിലതിന്മേൽ നിൽക്കുന്ന അന്യമായ അവകാശങ്ങൾ ഈ രാത്രി ഈ വചനത്തിന്റെ ശക്തിയാൽ അഴിയപ്പെടുകയാ. സ്തോത്രം ചെയ്യ. ഓ ശൈദാരകൽമന. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ചില കുടുംബങ്ങളുടെ മേൽ, ചില വ്യക്തികളുടെ മേൽ നിൽക്കുന്ന ചില അവകാശങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അഴിയപ്പെടുകയാ. ആഭിചാരത്തിന്റെ അവകാശങ്ങൾ, മന്ത്രവാദത്തിന്റെ അവകാശങ്ങൾ, ഉടമനോ ധുമനോ രകൽമന ഈ രാത്രി അഴിയപ്പെടുകയാ. 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 രാജാരകൽമന. ഹല്ലേലൂയ. 18 വർഷം കൂടെ തച്ചൻ്റെ വീട്ടിൽ നസ്രയത്തിൽ കർത്താവ് കിടക്കേണ്ടി വന്നു. ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എന്നാൽ 30ാമത്തെ വയസ്സിൽ ഗ്ലോറി, ആമേൻ, അവകാശി ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും വിശേഷതയില്ല. 30 വയസ്സായി അവൻ നസ്രയത്തിൽ നിന്ന് എഴുന്നേറ്റു. നല്ല ഗ്ലോറി പറയാമോ? അവന് മനസ്സിലായി യോർദാനിൽ ഒരു വഴി തുറക്കൽ മിനിസ്ട്രി നടക്കുന്നുണ്ട്. മനസ്സിലാകുന്നില്ല. ആമേൻ. നസ്രയത്തിൽ കിടന്ന യേശുവിന് മനസ്സിലായി യോഹന്നാൻ സ്നാപകന്റെ ഒരു വഴി മിനിസ്ട്രി ഉണ്ട്. ഒരു ആമേൻ പറഞ്ഞേരെ. മനസ്സിലായില്ല? മിണ്ടുന്നില്ല. യോഹന്നാന്റെ മിനിസ്ട്രിയുടെ പേരാ വഴി തുറക്കുന്ന മിനിസ്ട്രി. എല്ലാ കുന്നും താണുവരും, എല്ലാ കുഴിയും ഉയർന്നു വരും. ഒരു ആമേൻ പറ. ദൈവപുത്രന് വഴിയൊരുക്കുവാ. സ്തോത്രം ചെയ്യ. യേശു നസ്രയത്തിൽ നിന്ന് എഴുന്നേറ്റു, യോഹന്നാന്റെ അടുക്കലെത്തി, അവന്റെ കൈക്കീഴിൽ നിന്നുകൊടുത്തൊരാമേൻ. ഞാൻ പറയാം, നാം ഏത് വലിയ ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിലും ഒരഭിഷിക്തന്റെ കൈക്കീഴിൽ നിൽക്കുന്നത് ജയത്തിനു കാരണമാ. ഉടമനോ രകോ. മനസ്സിലാകുന്നവർ രാത്രി സ്തോത്രം ചെയ്തു കൊള്ളുക. അർത്ഥോരകന ശൈദാരകൽമന ധൂമാരകൽമന പ്രൗഢമാന ശതുരാജകന അർത്ഥോരകൽമന വൈഡാരക.
വഴി തുറക്കുന്ന യോഹന്നാന്റെ മിനിസ്ട്രിക്ക് വിധേയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ അഭിമാനം തോന്നുകയാണ്. എന്നേക്കാൾ ശക്തന്മാർ ഇതിനകത്തിരിപ്പുണ്ട്. നിങ്ങളുടെ കയ്യടിയാണ് ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രസംഗത്തിൻ്റെ ബലമെന്ന് ഞാൻ കരുതുന്നു. ഈ രാത്രി ഞാൻ ദൂത് പറയാം. ആമേൻ. കർത്താവ് വഴി തുറക്കുന്ന യോഹന്നാന്റെ കൈക്കീഴിൽ നിന്നു കൊടുത്തു. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് ഉചിതമെന്ന് പറഞ്ഞ് യോഹന്നാന്റെ കൈക്കീഴിൽ അവൻ മുങ്ങിക്കയറുമ്പോൾ സ്വർഗം തുറന്നു. സ്തോത്രം ചെയ്യേ. പരിശുദ്ധാത്മാവ് പ്രാവെന്ന ദേഹരൂപത്തിലിറങ്ങി യേശുവിൻ്റെ മേൽ. പരിശുദ്ധാത്മാവ് പ്രാവെന്ന ദേഹരൂപത്തിലിറങ്ങി. ആമൻ വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കരമുയർത്തി സ്തോത്രം. 40 ദിവസത്തെ ആമേൻ ഉപവാസാനന്തരം യേശുവിന് വിശന്നു. പിശാച് അടുത്തുകൂടി. ഇന്ന് രാത്രി ദൂത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാ. കഴിഞ്ഞ 30 വർഷങ്ങളായി മിനിസ്ട്രിയുടെ ലെവലിലേക്ക് ആമൻ വിളിക്കൊത്തവണ്ണം കയറി വരാൻ കഴിയാതെ, തലയിൽ രാജനക്ഷത്രമുണ്ടെങ്കിലും അതിൻ്റെ ആ അളവിലേക്ക് കയറി വരാൻ കഴിയാതെ വഴി തടഞ്ഞു നിന്ന പരീക്ഷകന്റെ മേൽ എന്തൊക്കെയോ ബ്ലോക്കിങ്ങുകൾ ഞാൻ അനുഭവിക്കുന്നു. എന്തൊക്കെയോ ബോണ്ടേജുകൾ എനിക്കുണ്ട്. എന്നെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ചലിക്കാൻ അനുവദിക്കുന്നില്ല. എന്നോടുള്ള വാഗ്ദത്തങ്ങൾ വെച്ച് ഞാൻ ഈ അളവിൽ കിടക്കേണ്ടവനല്ല. പക്ഷെ എവിടെയൊക്കെയോ എന്നെ തടയുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഇന്ന് രാത്രി എനിക്കൊരു വിടുതൽ വേണം എന്ന് കൊതിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? അവർ ആ കരമൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഈ രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിയോഗിക്കപ്പെടുകയാണ്. ശൈതാരകൽമന വിട്ടുമാറേണ്ടവൻ വിട്ടുമാറിയപ്പോൾ യേശുവിൻ്റെ ശ്രുതി പരന്നെങ്കിൽ ഇന്ന് രാത്രി കേട്ടോ, അവൻ ഈ ഉപവാസ പ്രാർത്ഥന 3-ാം രാത്രിയിൽ ദൈവാത്മാവിന്റെ മുമ്പിൽ കരമുയർത്തിയ നിങ്ങളുടെ മേൽ ദൈവം അയക്കുന്ന വിടുതലുകളുടെ പ്രത്യക്ഷമായ വെളിപ്പെടുത്തലുകൾ നാളുകളുടെ നീളങ്ങളിൽ വെളിപ്പെടുത്തി, ശുശ്രൂഷകളുടെ തലങ്ങളിൽ വ്യത്യാസങ്ങൾ വരുത്തി. ശൈതാരകൽമന അവൻ നിന്റെ ശ്രുതി പരത്തി, നിന്നോടുള്ള ദൈവിക നിയോഗങ്ങൾ വെളിപ്പെടുത്തി നിന്നെ ആദരിക്കുമെന്നറിഞ്ഞുകൊള്ളട്ടെ. പ്രിയ പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഒരു പരിധിക്കപ്പുറത്തേക്ക് ചലിച്ചു കയറാൻ കഴിയാതെ പരിധിയും അതിരും വെച്ച് ഈ ജനത്തിൻ്റെ വഴികളെ ബ്ലോക്ക് ചെയ്തു വച്ചിരിക്കുന്ന എല്ലാറ്റിന്മേലും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതൽ കൽപ്പിക്കുകയാണ്. അഭിഷിക്തന്മാരുടെ മേൽ വിടുതലുകൾ സംഭവിക്കപ്പെടുന്നല്ലോ. അവരുടെ ശ്രുതി പരക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്ര. ചിലത് ശുശ്രൂഷകളിൽ രംഗപ്രവേശനം ചെയ്യുന്നതിനായി സ്തോത്ര. ഉടമന രകൽമന ആർക്കും ഒതുക്കാൻ കഴിയാത്ത ഒരാത്മീക തലത്തിലേക്ക് ദൈവം ഇന്ന് രാത്രി അവ ചിലതിനെ ഇറക്കി വിടുന്നതിനായി സ്തോത്ര. ഉടമന രകൽമന തമ്പുരാനെ, ആത്മതലത്തിലും ഭൗതിക മേഖലയിലും ഈ ജനത്തിന് ബ്രേക്ക് ത്രൂ കൽപ്പിക്കുന്നു. അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ, കരവും ശബ്ദവും ഉയർത്തി ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചുകൊള്ളുക. ആമേൻ. പിശാച് അവനെ വിട്ടുപോയി. അവന്റെ ശ്രുതി പരക്കാൻ തുടങ്ങി. തടുക്കുന്നവനെ മാറ്റി, തടയുന്നവനെ മാറ്റി. ശുശ്രൂഷകളിൽ വിശാലതകൾ നൽകുന്ന ദൈവത്തിന് മഹത്വമർപ്പിച്ച് ശുശ്രൂഷകൾക്ക് അവസരമൊരുക്കിയവർക്ക് നന്ദി പറഞ്ഞ് വാക്കുകൾ പരിമിതപ്പെടുത്തുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവസഭയുടെ സ്വീകരിച്ച് ഈ പകൽക്കാലം കടന്നു വന്ന് ഈ പകൽക്കാലം രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട സുഷിത കർത്താവിൻ്റെ ദാസന് ദൈവസഭയുടെ പേരിൽ വ്യക്തരാണ് നന്ദി അറിയിക്കുക. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദിവസം അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രികാലവും കർത്തൃപാർപ്പിടത്തിലായിരിക്കാൻ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ, സർവശക്തനായ ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മുടെ ജീവിതം നൽകിയ എല്ലാ സാവകാശങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുക. വിഷയങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഇന്ന് രാത്രികാലവും കർത്തൃത്വത്തിന് കൂടെ കർത്താവ് നമ്മെ കേൾപ്പിച്ച എല്ലാ ശ്രേഷ്ഠമേറിയ ദൈവ ശബ്ദങ്ങൾക്കായി, വചനത്തിൻ്റെ വെളിപ്പാടുകൾക്കായി, ദൈവാത്മാവ് ഇടപെട്ട എല്ലാ ദൂതുകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യുക. പിന്നെയും ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാതെ വ്യക്തമായി സ്പഷ്ടമായി ആത്മനിറവ് ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ദാസൻ കൂടെ നമ്മോട് സംസാരിച്ചല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിട്ടുമാറേണ്ടത് വിട്ടുമാറുമ്പോൾ വെളിപ്പെടേണ്ടതായ ശ്രുതി വെളിപ്പെടുമെന്ന്, ഹല്ലേലൂയ. ശുശ്രൂഷയുടെ തലങ്ങൾ വെളിപ്പെടുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഉറപ്പിച്ചല്ലോ. നമ്മുടെ ആത്മീയ ഭൗതിക മണ്ഡലങ്ങൾ വെളിപ്പെടേണ്ടതായ വിടുതലുകൾ അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ വെളിപ്പെട്ട് വരുവാൻ
ദൈവകരങ്ങളിൽ പിന്നെ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. വചനം സംസാരിപ്പാൻ കർത്തൃദാസനെ അധികാരപ്പെടുത്തിയല്ലോ. മടക്കി യാത്ര ദൈവകൃപ കൽപ്പിക്കേണ്ടതിന്, കുടുംബമായി മാനിക്കേണ്ടതിന്, ശുശ്രൂഷകളെ ആദരിക്കേണ്ടതിന്, അനേകരെ തീർന്ന് വളർന്ന് വലിച്ചെടുക്കുന്ന ഒരു ശക്തിയേറിയ ശുശ്രൂഷയ്ക്കായി തലമുറയെ പിന്നെ കർത്താവ് ഒരുക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവസ്ഥലായ ദൈവദാസന്മാരെ ദൈവജനത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പൂർണ്ണമായി വസിക്കുന്ന, ഭാഗ്യമായി വസിക്കുന്ന എല്ലാ കർത്തൃദാസിദാസന്മാരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. വരും സെക്ഷനുകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കടന്ന ദൈവദാസന്മാർക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. വിഷയങ്ങളെല്ലാം ഓർത്ത് നാം എല്ലാവരും ആത്മാവി സ്തോത്രത്തോടെ ദിവസമല്ലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു ദാസ KK സാറ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ രാത്രിയുടെ മീറ്റിംഗ് അവസാനിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അങ്ങയുടെ മഹിമാസന്നിധിയോട് അടുത്തു വരുവാൻ, ഒരുമിച്ച് മുട്ടുമടക്കുവാൻ സഭയായി ഒരുക്കി തന്ന വിലയേറിയ സന്ദർഭത്തിനായി സ്തോത്രം. അങ്ങയുടെ വിലയേറിയ ഭക്തനെ ഞങ്ങളുടെ മുതലയച്ച് കേൾപ്പിച്ച നല്ല സന്ദേശങ്ങളായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. ദൈവദാസനെ ശക്തിയോടെ വീണ്ടും ഉപയോഗിപ്പാനായി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാണിച്ച മാതൃപ്രകാരം യോഹന്നാൻ സ്നാപകൻ്റെ കൈകീഴിൽ ഒതുങ്ങി നിന്ന് വചനത്തിന് കീഴ്പ്പെട്ടു തീർന്നില്ല. കർത്താവെ, തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട അത്യുന്നതമായ ശുശ്രൂഷയ്ക്ക് തടസ്സമായി വരുവാൻ കഴിയുള്ള പിശാചിൻ്റെ പരിചയപ്പെടുവാൻ ഉപവാസത്തോടെ പരിശുദ്ധാത്മാവ് അടുത്തിരുത്തി അവൻ വിട്ടുമാറുവാൻ തൻ്റെ ശ്രുതി ലോകമെമ്പാടും കർത്താവെ കേൾക്കേണ്ട അളവിൽ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായത് ഞങ്ങൾ വചനത്തിലൂടെ ഞങ്ങൾ ഗ്രഹിച്ചു. ഇന്ന് രാത്രി ഞങ്ങളുടെ നിലയറിഞ്ഞ്, ഞങ്ങളുടെ നിലവാരമറിഞ്ഞ് ഞങ്ങളെല്ലാവരെയും സന്ദേശം തന്നൊരുക്കുന്ന ദൈവമേ, ഈ സഭയിലുള്ള എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിപ്പാനായി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും ഉപയോഗിക്കണമേ കർത്താവെ. ഇന്ന് കേൾപ്പിച്ച കർത്താവെ, മിഷണറി സംഘത്തിൻ്റെ ഒരു വലിയ ഒരുക്കം ഇന്ന് രാത്രി തന്നെ ദൈവം കുറിക്കണമേ. ഉത്സാഹത്തോടെ ജനം പോകുവാൻ സഹായിക്കണമേ. തടസ്സങ്ങൾ പലതുണ്ട്. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലെ തടസ്സങ്ങൾ ഈ ഉപവാസൻ്റെ ഓരോ ദിവസവും ദൈവം അഴിച്ചു മാറ്റുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിൽ താഴ്ന്നിവിടെ ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ ഉപവസിക്കുന്ന എല്ലാ ദൈവജനത്തെയും കരങ്ങൾ വയ്ക്കുന്നു. ശത്രു ആരോടും പോരാടാതെ വണ്ണം കർത്താവിൻ്റെ രക്തത്തിൻ്റെ നിലയിൽ ഞങ്ങളെ സൂക്ഷിപ്പാനായി അപേക്ഷിക്കുന്നു. മഹത്വം തിരുമേനിയെടുക്കുന്ന വരവനായിട്ട് ഞങ്ങളെ ഒരുക്കുമാറാകണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം സ്വർഗീയ പിതാവേ. കർത്താവ്, നമ്മുടെ പ്രാർത്ഥനയുടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം കൂട്ടായ്മയും കാവലും നാം ഏവരോടും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഇന്നു മുതൽ നീക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ രാത്രി ജയം നൽകിയ പിതാവാം ദൈവത്തിന് സ്തോത്രം. ലേലുയ. ആമീൻ. കർത്താവായ യേശുവേ വരയണമേ.